ഹലോ. അപ്പോൾ ഇന്ന് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് നമുക്ക് കയറാം. ഇന്ന് 6ാമത്തെ വീഡിയോ ആയിരിക്കും. അപ്പം ഇതുവരെയുള്ള വീഡിയോ ഏകദേശം 1 മണിക്കൂറത്തെ വീഡിയോ ഒക്കെയാണ് ഇട്ടുള്ളത്. അപ്പോൾ ഇന്ന് അത്രയ്ക്കും ലെങ്തി അല്ല, കുറച്ച് ഷോർട്ട് വീഡിയോ ആണ്. കാരണം ഇനി എടുക്കാൻ പോകുന്ന ഇനിയൊരു സെക്ഷൻ, ഒരു എക്സാക്റ്റ് ഫോം എന്ന് പറയുന്നൊരു സെക്ഷൻ, ഒരു ചെറിയൊരു പോർഷൻ ബാക്കിയുണ്ട്. അതിനകത്ത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പം അത് എടുത്തു കഴിഞ്ഞിട്ട് അതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസും ഒരു തിയറം ഒക്കെയാണുള്ളത്. അപ്പം അതെടുത്തു കഴിഞ്ഞിട്ട് ഇനി നെക്സ്റ്റ് മൊഡ്യൂളിലേക്കാണ്. പിന്നെ ലാസ്റ്റ് മൊഡ്യൂളാണ് വരുന്നത്, സർഫസസിൻ്റെ. അതിലേക്ക് കയറാനാണ്. അപ്പം അതിന്നിങ്ങനെ എസ് പാർട്ടൊക്കെ ലാസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് കുറവാണ്. പിന്നെ നമ്മൾ മൊഡ്യൂൾ വൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ, അതെന്തായാലും തേർഡ് മൊഡ്യൂളിൽ നിന്ന് ഉണ്ടാവും. അങ്ങനെ ഓപ്ഷൻ ക്വസ്റ്റ്യൻസ് ബി പാർട്ടിനകത്ത്. അപ്പം അതിനകത്ത് അത് നോക്കണമെന്നുണ്ടെങ്കിൽ തേർഡ് മൊഡ്യൂൾ ലാസ്റ്റ് മൊഡ്യൂൾ നോക്കിയേ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ആ ഒരു മൊഡ്യൂളിലേക്ക് കയറുന്നതിന് മുമ്പ് ചെറിയൊരു പോർഷൻ ബാക്കിയിട്ടിട്ടുണ്ട്. അത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ എടുക്കാം. അപ്പം എക്സാക്റ്റ് ഫോമാണ് മെയിനായിട്ടുള്ള ടോപ്പിക് വരുന്നത്. അതിനു മുന്നേ എന്താണ് ഫോം, അല്ലെങ്കിൽ വൺ ഫോം, ഡിഫറൻഷ്യൽ വൺ ഫോം എന്താണെന്നുള്ള കാര്യം അറിയണം. അപ്പോൾ ആ ഒരു ഡെഫിനിഷനിലേക്കാണ് നമ്മൾ ആദ്യം കയറാൻ പോകുന്നത്. ഒരു ഡിഫറൻഷ്യൽ വൺ ഫോം സിംപ്ലി വൺ ഫോം എന്ന് പറയും. അത് നമ്മളൊരു Rn+1 ഒരു ഓപ്പൺ സബ്സെറ്റിനകത്താണ് നമ്മളത് ഡിഫൈൻ ചെയ്യുന്നത്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ സിംപ്ലി ഒരു ഫംഗ്ഷൻ തന്നെയാണ്. നമ്മൾ ഒരുപാട് സാധനങ്ങൾ പറഞ്ഞില്ലേ, ഫസ്റ്റ് മുതൽ ലെവൽ സെറ്റിന് അങ്ങ് തുടങ്ങി ഒരുപാട് സാധനങ്ങൾ പറഞ്ഞു. അതിനൊക്കെ ബേസിക് ഓരോ ഫങ്ഷൻസ് ആയിരുന്നു. എല്ലാം ഓരോ, ഇപ്പോൾ എന്തിനു പറയണം, ഈ വെക്റ്റർ ഫീൽഡ് പറയുകയാണെങ്കിൽ പോലും അതും ഒരു പോയിന്റിൽ ഒരു ഫംഗ്ഷൻ, നമ്മൾ എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടാണ് പറഞ്ഞത്. അപ്പം ഇവിടെ അങ്ങനെ തന്നെയാണ്. ഡിഫറൻഷ്യൽ വൺ ഫോം എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷനാണ്. W വെച്ചിട്ടാണ് നമ്മൾ കോമൺ ആയിട്ട് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. U×Rn+1 നിന്ന് റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റിലേക്കുള്ള ഒരു റിയൽ വാല്യൂഡ് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ് ഈ ഡിഫറൻഷ്യൽ വൺ ഫോം. അപ്പം അങ്ങനത്തെ റിയൽ വാല്യൂഡ് ആയിട്ടുള്ള എല്ലാ ഫംഗ്ഷനും ഡിഫറൻഷ്യൽ വൺ ഫോം ആവുമോ? ഇല്ല. ഒരു എക്സെപ്ഷൻ കേസ് ഉണ്ട്. ഈ വൺ ഫോമിനൊരു കേസ് എന്താ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ നമ്മൾ പോകുന്ന U×Rn+1 എന്നാണല്ലേ പോകുന്നത്. അതായത് അതിൻ്റെ ഒരു സബ്സെറ്റാണ് Rpn+1. ആ Rpn+1 അത് റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് Rpn+1 പോയിന്റുകൾക്ക് ഈ W എന്ന് പറയുന്നത് ലീനിയർ മാപ്പ് ആയിരിക്കണം. ഒന്നുമില്ല, ഈ തന്നിട്ടുള്ള ഫംഗ്ഷൻ ലീനിയർ ആണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സാധനത്തിന് നമ്മൾ ഡിഫറൻഷ്യൽ വൺ ഫോം എന്ന് പറയും. അതിന് വരുന്ന കുറച്ച് എക്സാമ്പിൾസാണ് നെക്സ്റ്റ്. നമ്മളിപ്പോൾ അതിന് മുന്നേ ഡിഫൈൻ ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ വൺ ഫോം തന്നെയാണ്. ഇപ്പോൾ ഒരു വെക്റ്റർ ഫീൽഡ് എക്സ് എന്ന് പറഞ്ഞൊരു വെക്റ്റർ ഫീൽഡ്, ഓപ്പൺ സെറ്റ് യുവിനകത്ത് നമ്മളൊരു വെക്റ്റർ ഫീൽഡ് ഡിഫൈൻ ചെയ്യുക. WX എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. U×Rn+1 എന്ന ആറിലേക്ക് W(x)(pv) x(p.pv) എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. വെക്റ്റർ ഫീൽഡാണ് എക്സ് എന്ന് പറയുന്നത്. പി വി എന്ന് പറയുന്നത് ജസ്റ്റ് അതിനകത്ത് U×Rn+1. Rn+1 പോയിൻ്റാണ്, വെക്റ്ററാണ് വി, പി എന്ന് പറയുന്നത് പോയിൻ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സാധനം, ഇപ്പം നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ ഒരു വൺ ഫോം ആണ്. ഇതിൻ്റെ ഈ വൺ ഫോമിൻ്റെ പേര് വൺ ഫോം ഡുവൽ ടു എക്സ് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇപ്പം ബേസിസ് ഒക്കെ പറയില്ലേ, ലീനിയർ ആൾജിബ്രയിൽ നമ്മൾ ബേസിസ് പറയും. കുറേ ബേസിസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ബേസിസ്, അങ്ങനെ ഓരോ ബേസിസിന് ഓരോ പേരൊക്കെ കൊടുക്കാറില്ലേ. അതുപോലെ ഇവിടെ വൺ ഫോമിന് ഈ പർട്ടിക്കുലർ വൺ ഫോമിന് നമ്മൾ വൺ ഫോം ഡുവൽ ടു എക്സ് എന്നാണ് പറയുക. ഡുവലാണ് ഈ വൺ ഫോം. അതുപോലെ 1-2 എക്സാമ്പിൾസ് ഉണ്ട്. പേര് മെൻഷൻ ചെയ്യുന്ന കുറച്ച് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യാറുള്ള വൺ ഫോമുകളാണ്. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കി. എഫ് എന്ന് പറയുന്ന ഒരു സ്മൂത്ത് ഫംഗ്ഷൻ ഉണ്ട്. നമ്മൾ DF എന്ന് പറയുന്ന മറ്റൊരു ഫംഗ്ഷൻ U×Rn+1 എന്ന ആറിലേക്ക് തന്നെ, അതെപ്പോഴും അങ്ങനെ തന്നെ. ഡൊമൈൻ എപ്പോഴും U×Rn+1ഉം റേഞ്ച് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോഡൊമൈൻ എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ് വരും. അപ്പം അതിൽ നിന്നുള്ള ഫംഗ്ഷനാണല്ലോ നമ്മൾ വൺ ഫോം പറയുന്നത്. അപ്പം ഈ ഒരു ഫംഗ്ഷൻ്റെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് DF(PV) = DF(V), ദാറ്റ് ഈസ് ∇V(f). ∇V(f) നമ്മൾ പഠിച്ചതാണ്, ഡെറിവേറ്റീവ് അല്ലേ, ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു V. പിന്നെ നമ്മൾ ∇f(p.v) എന്നും കൂടി ഡെഫിനിഷൻ അല്ലെങ്കിൽ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള DF. അപ്പോൾ നമ്മൾ നേരത്തെ ഡെറിവേറ്റീവ് ഫംഗ്ഷൻ പഠിച്ചില്ലേ, ആ ഡെറിവേറ്റീവ് ഫംഗ്ഷനെ നമ്മളിവിടെ DF എന്ന് പറഞ്ഞ പേരിൽ വീണ്ടും റീഡിഫൈൻ ചെയ്യുകയാണ്. അപ്പോൾ ആ DF(PV) എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ, അല്ലെങ്കിൽ DF എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ ഇറ്റ്സ് ഓൾസോ വൺ ഫോം ബിക്കോസ് ഇറ്റ് ഈസ് ലീനിയർ ആണ്. നമ്മൾ ഡിഫറൻഷ്യൽ ഡെറിവേറ്റീവ് പഠിച്ച സമയത്ത്, ∇V നമ്മൾ പഠിച്ച സമയത്ത്
നമ്മളവിടെ പ്രൂവ് ചെയ്തിട്ടില്ല. വെൽ ഡിഫൈൻഡ് ആണെന്നും ലീനിയർ ആണെന്നും അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ്, സമ്മേഷനിൽ വരുന്ന പ്രോപ്പർട്ടി, പ്രൊഡക്റ്റ് റൂൾ വരുമ്പോഴുള്ള പ്രോപ്പർട്ടി ഒക്കെ നമ്മൾ ഡിഫൈൻ ചെയ്ത് നേരത്തെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ഓൾസോ ലീനിയർ ആണെന്ന് അറിയാം. സോ ഇതെന്താണ്, വൺ ഫോം ആണ്. ഈ വൺ ഫോമിനെ നമ്മൾ ജനറലായിട്ട് ഡിഫറൻഷ്യൽ എന്ന് പറയും, ഡിഫറൻഷ്യൽ ഓഫ് എഫ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ വൺ ഫോമിനെ ഡ്യുവൽ, അത് വല്ലാണ്ട് യൂസ് ചെയ്ത് വരില്ല. പക്ഷേ ഇനി നമ്മൾ പഠിക്കാൻ കയറാൻ പോകുന്ന എക്സാക്റ്റിനകത്തും അതുപോലെ തന്നെ 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ ഭാഗത്തു നിന്ന് വരുന്ന. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, വല്ലാണ്ട് ചോദിച്ച് കണ്ടിട്ടൊന്നുമില്ല. എന്നാലും അത് സ്കിപ്പ് ചെയ്യണ്ടല്ലോ വിചാരിച്ചിട്ട് മാത്രം എടുക്കുകയാണ്. അപ്പം അതിനകത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഡിഫറൻഷ്യൽ ഫോമാണ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന DF. ഓക്കെ, അപ്പം അതാണ്. പിന്നെ മൂന്നാമത്തെ ഒരു എക്സാമ്പിളും സെയിം പോലെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ട കാര്യം ഈ DF മാത്രമാണ്. DF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഫോമാണ്. ഡെറിവേഷൻ ആണ് അതിനകത്ത് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നത്. ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വി, ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു വി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നല്ലോ, അത് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ DF കണ്ടു കഴിഞ്ഞാൽ ഓർക്ക് ഡെറിവേറ്റീവ് ആണെന്ന്, ഡെൽ VF ഡെൽ f(p)(v). ഓക്കെ, ഇനി ഒരു ഡിഫറൻഷ്യൽ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ഡിഫറൻഷ്യൽ വൺ ഫോം എന്ന് പറയുന്നത് എപ്പോഴാണ് സ്മൂത്ത് ആവുകയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ആ ഫംഗ്ഷൻ ഇപ്പോൾ W സ്മൂത്ത് ആവണമെന്നുണ്ടെങ്കിൽ WU × RN+1 എന്ന Rലേക്ക് പോകുന്ന ഫംഗ്ഷൻ അത് സ്മൂത്ത് ആയാലാണ് നമ്മൾ ഈ ഫോമിന് സ്മൂത്ത് എന്ന് പറയുക. അത് ഒബ്വിയസ് ആയിട്ട് ആവുമല്ലോ, കാരണം ആ ഫംഗ്ഷൻ തന്നെയാണ് നമ്മൾ വൺ ഫോം ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. സോ ഫംഗ്ഷൻ സ്മൂത്ത് ആണെങ്കിൽ നമുക്കതിനെ വൺ ഫോം സ്മൂത്ത് ആണെന്ന് പറയാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് പറഞ്ഞാൽ ഇഫ് എഫ് ഫ്രം U to R is സ്മൂത്ത് ഫംഗ്ഷൻ ഓൺ U then its differential DF is also. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എന്താ വെച്ചാൽ എഫ് സ്മൂത്ത് ആണെങ്കിൽ DF സ്മൂത്ത് ആണ്. കാരണം DF എന്താ, വൺ ഫോം ആണ്. നമ്മൾ പറഞ്ഞു എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ സ്മൂത്ത് ആകുമ്പോൾ DF എന്ന് പറയുന്ന ഫംഗ്ഷൻസ് ഓൾസോ സ്മൂത്ത് ആയിരിക്കും. കാരണം അതിൻ്റെ നേരെ ഡെറിവേഷൻ ആണ് വരുന്നത്. ഡെറിവേറ്റ് ചെയ്യുമ്പം ഓൾസോ അത് സ്മൂത്ത് ആയിരിക്കും. ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അത് കണ്ടിന്യൂസും ആണ്. കണ്ടിന്യൂറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ സ്മൂത്ത്നെസ് ഓക്കെയാണ്. ഓക്കെ, അല്ലെങ്കിൽ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ തന്നെ അത് എന്താ പറയുക, സ്മൂത്ത് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം എഫ് സ്മൂത്ത് ആണെങ്കിൽ DF സ്മൂത്താണ്. DF എന്ന് പറയുന്നതാണ് അവിടുത്തെ ഡിഫറൻഷ്യൽ വൺ ഫോം എന്ന് പറയുന്നത്. അതാണ് അവിടെ മെയിനായിട്ട് വരുന്നത്. പിന്നെ നെക്സ്റ്റ് കുറച്ച് പ്രോപ്പർട്ടീസാണ്. ഇപ്പോൾ 2 വൺ ഫോമുകൾ W1 W2 എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സമ്മേഷൻ അതും എന്ത് തന്നെ ആയിരിക്കും, വൺ ഫോം തന്നെ ആയിരിക്കും എന്ന് പറയുകയാണ്. അതൊന്നും പ്രൂഫ് ഒന്നുമില്ല, ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കേണ്ട. ഇതൊന്നും നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ. എന്താ പറയുക, അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇതൊന്നും ഇപ്പോൾ ഒന്നും ചോദിക്കാനില്ല. ജസ്റ്റ് ഇനി അടുത്ത ഭാഗമാണ് എക്സാക്ട് ഫോം. ഒരു വൺ ഫോം എപ്പോഴാണ് എക്സാക്റ്റ് എന്ന് പറയാനുള്ള സംഭവമാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ അതിന് മുമ്പ് ജസ്റ്റ് പ്രോപ്പർട്ടീസ് ഒന്ന് വായിച്ചു തരുന്നുണ്ട്. പിന്നെ ഒരു പ്രൊഡക്റ്റ്, ഒരു ഫംഗ്ഷൻ എഫ് ഉണ്ട്, ഒരു വൺ ഫോം W ഉണ്ട്. അതിൻ്റെ പ്രൊഡക്റ്റിന് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് FW ഓഫ് PV ആണല്ലോ നമ്മുടെ ഡൊമെയിൻ, നമ്മൾ കൊടുക്കുന്ന വാല്യൂ. U × RN+1 എലമെൻ്റാണ് ഈ PV എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഫംഗ്ഷൻ F ഓഫ് X എന്ന് പറയുന്ന പോലെ ആ എക്സിൻ്റെ സ്ഥാനത്തുള്ള ആളാണ് ഈ PV. എന്തായാലും FW ഓഫ് PV = F ഓഫ് P W ഓഫ് PV. അപ്പം ഇങ്ങനെയാണ് അതിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഫംഗ്ഷന് നമ്മൾ P മാത്രമേ കൊടുക്കുന്നുള്ളൂ, Wക്ക് PVയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പം ഇതാണ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി മെയിനായിട്ട് ഇതുപോലത്തെ നമ്മൾ വെക്റ്റർ ഫീൽഡിനകത്ത് നമുക്കിത് കൊടുക്കാൻ പറ്റും. ഒരു വൺ ഫോം W ഉണ്ട്, ഒരു വെക്റ്റർ ഫീൽഡ് X ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ W ഓഫ് X എന്ന് പറഞ്ഞിട്ട് ഡിഫൈൻ ചെയ്യാം. അതായത് വെക്റ്റർ ഫീൽഡിനെ വൺ ഫോമിലേക്ക് ഇൻപുട്ട് ചെയ്യാൻ കഴിയും. അതിന് നമ്മൾ W ഓഫ് X ഓഫ് P = W താഴെ സഫിക്സിൽ X ഓഫ് P എന്ന് പറഞ്ഞിട്ടാണ് നൊട്ടേഷൻ വരുന്നത്. ഇതൊക്കെ അവിടെ നിന്ന് കിട്ടുക. അതിനുശേഷം ഒരു എക്സാമ്പിൾ വരുന്നുണ്ട്, ഇത് നമുക്ക് നോക്കാം. Let U be an open set in Rn+1 and F from U to R be smooth and F composite then for alpha from AB to U any parameterized curve in U, then integral over alpha df is equal to. ഒന്നുമില്ല, നമുക്കൊരു എഫ് എന്ന് പറയുന്നൊരു സ്മൂത്ത് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ആൽഫ എന്ന് പറയുന്ന പാരാമീറ്ററൈസ്ഡ് കർവും തന്നിട്ടുണ്ട്. ഈ പാരാമീറ്ററൈസ്ഡ് കർവിലാണ് നമ്മൾ ഈ ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവുക. അപ്പോൾ എന്താണ് സംഭവിക്കുക, ഫംഗ്ഷനല്ല അതിൻ്റെ ഡെറിവേറ്റീവ് ഫോമിനെ, ഡിഫറൻഷ്യൽ ഫോമിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവുക. DF ഇപ്പം നമ്മളെ ടോപ്പിക്ക് വൺ ഫോം ആണല്ലോ,
അപ്പോൾ എഫ് പറഞ്ഞ ഫംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം അവിടെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള വൺ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻഷ്യൽ വൺ ഫോമാണ്. ഡി എഫ് ആണ് ഡെറിവേഷൻ, നമ്മൾ സാധാ ഡെറിവേഷൻ ഡി എഫ് ആണ്. ആ ഡി എഫിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത വാല്യൂ എന്തായിരിക്കും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആൽഫ എന്ന് പറയുന്നത് ഒരു പാരാമീറ്ററൈസ്ഡ് കർവ് മാത്രമാണ്, ജസ്റ്റ് ഒരു കർവ്. ആ കർവിലാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. നമ്മളെപ്പോഴും ഒരു കർവിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് സാധാരണ കൊടുക്കാറ്? ഇപ്പം ഇൻ്റഗ്രൽ ഓവർ എഫ് ഓവർ ഒരു ഫീൽഡ്, ഇനിയിപ്പോൾ ഇവിടെ ആൽഫയോ ഏതെങ്കിലും ഒരു കർവ്, ഇപ്പം ആൽഫ ആയിക്കോട്ടെ, ആൽഫ എന്ന് പറയുന്ന കർവിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇത് നമ്മൾ സാധാരണ ഇപ്പോൾ ആൽഫ പോകുന്നത് എ ബിയിൽ നിന്നാണ് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ലിമിറ്റ്, ഈ സാധാരണ ഇൻ്റഗ്രേഷൻ നമ്മൾ ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് ഒക്കെ കൊടുത്തിട്ടല്ലേ ചെയ്യുക. അപ്പം ഈ ഇൻ്റഗ്രേഷനെ അങ്ങനെ വാല്യൂസിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഇൻ്റഗ്രൽ ആൽഫയുടെ ഇത് ഇവിടുന്ന് ആൽഫ ഡൊമൈൻ ഏതാണ്? എ ബി ആണ്. അപ്പോൾ ആൽഫയുടെ ഡൊമൈൻ കൊടുക്കുക. എ ബി ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത് എഫിനെയാണ്. ഇവിടെ ഇപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ഓവർ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഓവർ ആൽഫയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എഫിന് ശേഷം ആൽഫ ഡാഷ് ഡി ടി കൊടുക്കും അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ ചെയ്യാറ്. ഇൻ്റഗ്രൽ ഓവർ ആൽഫ എഫിന് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എ ബിനെ, ആൽഫയുടെ ഡൊമൈൻ ഇത് ഏതാണോ ആ റേഞ്ച് കൊടുക്കുക. എ ടു ബി ഇൻ്റഗ്രൽ എ ടു ബി എഫിനെയാണോ ചെയ്യേണ്ടത്. പിന്നെ വിത്ത് റെസ്പെക്ട് ടു ആൽഫയാണ് അല്ലെങ്കിൽ ഓവർ ആൽഫയാണ് ചെയ്യേണ്ടത്. അപ്പം ആൽഫയുടെ ഡെറിവേറ്റീവ് കൂടിയും കൊടുക്കുക. ഇനി നമുക്ക് ടിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പോൾ എന്ന് പറയുമ്പോൾ ശരിക്കും ഈ ഇൻ്റഗ്രൽ ഓവർ എഫ് എന്ന് പറയുമ്പം ഇവിടെ ഡി ആൽഫയാണ് നമുക്ക് എന്ത് വരിക? ഇൻ്റഗ്രേഷനിൽ വരുന്നത്. പക്ഷേ നമുക്കതിനെ എങ്ങോട്ട് മാറ്റാം? ടിയിലേക്ക് തന്നെ ഇൻ്റഗ്രേഷൻ ആക്കാം. എന്തുകൂടി ആഡ് ചെയ്താൽ മതി? ആൽഫ ഡാഷും കൂടി ആഡ് ചെയ്താൽ മതി. നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ സാധാരണ ചെയ്യലാണ് പാത്ത് വൈസ്, അങ്ങനെ എന്താ പറയുക, ഏതൊക്കെ പേപ്പറിൽ നമ്മൾ മുന്നേ പഠിച്ചിട്ടില്ലേ ഇൻ്റഗ്രേഷൻ പാത്ത് വൈസ് മാറ്റാനുള്ളത്. ഇപ്പോൾ ഓവർ ഏത് പാത്തിലാണോ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് അത് മാറ്റി നമുക്ക് ഇങ്ങോട്ട് പാരാമീറ്ററൈസ്ഡ് ഫോം ആയിരിക്കും അത്. അപ്പോൾ ആ ടി എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെയും അതേപോലെ തന്നെ ഡി എഫ് എന്ന് പറയുന്നത് ഓവർ ആൽഫയിലാണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആൽഫ പോകുന്നത് എ ബി എന്ന് പറയുന്ന സെറ്റിൽ നിന്നാണ്. അപ്പോൾ എ ടു ബി ആണ് നമുക്ക് ഇൻ്റഗ്രേഷൻ്റെ ലോവർ ടു അപ്പർ ലിമിറ്റ് വരുന്നത്. എ ടു ബി ഡി എഫ് ഇൻറ്റു ആൽഫ ഡാഷ് നമ്മളിവിടെ കൊടുക്കാറില്ല. ഇവിടെ എപ്പോഴും നമ്മൾ എന്താ ഡോട്ടല്ലേ കൊടുക്കാറ്. ഡാഷ് എന്ന് പറയുന്നത് വേറൊരു ഡിഫറൻഷ്യൽ ഫോമാണ്. സോ ഇവിടെ സാധാരണ ഡെറിവേറ്റീവ് വരുന്നത് ഡോട്ടാണ്. ആൽഫ ഡോട്ട് ഡി ടി എന്ന് വരും. ഇതിനെ നമുക്ക് സിംപ്ലി എഫ് കോമ്പോസിറ്റ് ആൽഫ ഡാഷ് ഓഫ് ടി എന്ന് എഴുതാൻ പറ്റും. അത് നമ്മൾ അങ്ങനെ മാറ്റി. ഇനി നമുക്കറിയാം ഇപ്പോൾ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഇൻ്റഗ്രേഷൻ്റെ. അതായത് ഇപ്പം ഡെറിവേറ്റീവിൻ്റെ ഇൻ്റഗ്രലാണ്. ഇപ്പോൾ ഒരു സൈൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എടുക്കാം. സൈനിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് കോസാണ് അല്ലേ? സൈനിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് കോസാണ്. ആ കോസിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇവിടെ മൈനസ് ഉണ്ട്. കോസിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അത് സൈൻ തന്നെയാണ്. അപ്പം ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവിൻ്റെ ഇൻ്റഗ്രൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് ഫങ്ഷൻസ് ആണ് അതല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ അതെന്താ വരിക? ആ ഫംഗ്ഷൻ തന്നെയാണ് വരിക. അപ്പോൾ ഇവിടെ എഫ് കോമ്പോസിറ്റ് ആൽഫേൻ്റെ ഡെറിവേറ്റീവിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഫംഗ്ഷൻ തന്നെ ലിമിറ്റ് ഇട്ട് കൊടുത്താൽ മതി. എഫ് കോമ്പോസിറ്റ് ആൽഫ ഓഫ് ബി മൈനസ് എഫ് കോമ്പോസിറ്റ് ആൽഫ ഓഫ് എ കാൽക്കുലസിലെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളാണ്. നമുക്കറിയുന്ന കാര്യമാണത്, കൂടുതൽ പറയണ്ടല്ലോ. എന്നിട്ട് ഇതിനെ എഫ് കോമ്പോസിറ്റ് ആൽഫ ഓഫ് ബിനെ നമ്മൾ ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്തെടുത്തു. എഫ് ഓഫ് ആൽഫ ഓഫ് ബി, എഫ് ഓഫ് ആൽഫ ഓഫ് എ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള വാല്യൂ. ഇനി സപ്പോസ് ഈ ആൽഫ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കർവാണെന്ന് വിചാരിക്കുക, ഒരു പാരാമീറ്ററൈസ്ഡ് കർവ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആൻഡ് എൻഡിങ് പോയിൻ്റ്, ഇത് ക്ലോസ്ഡ് ആകുമ്പോൾ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എൻഡിങ് പോയിൻ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പം ആൽഫ ഓഫ് എയും ആൽഫ ഓഫ് ബിയും എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ ആൽഫ ഓഫ് എയും ആൽഫ ഓഫ് ബിയും സെയിം ആകുമ്പം ഇത് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ എന്ത് വരും? 0 വരും. അങ്ങനെ അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? ആൽഫ എന്ന് പറയുന്നത് പാരാമീറ്ററൈസ്ഡ് കർവാണ്. ആ കർവ് ക്ലോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ, ആൽഫ ക്ലോസ്ഡ് പാരാമീറ്ററൈസ്ഡ് കർവ് ആണെന്നുണ്ടെങ്കിൽ ഡി എഫിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഓവർ ആ കർവ് കൂടെ ഡി എഫിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 0 ആയിരിക്കും. അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇതൊരു റിസൾട്ടാണ്. ഇത് നമുക്കിനി അങ്ങോട്ട് യൂസ് ചെയ്യാനുള്ളൊരു സാധനം. അപ്പോൾ ഈ നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് നമ്മൾ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് എക്സാക്ട്. എ ഫോം ഡബ്ല്യു ഇസ് സെഡ് ടു ബി എക്സാക്ട് ഇഫ് ഡബ്ല്യു ഈക്വൽ ടു ഡി എഫ് ഫോർ സം സ്മൂത്ത് ഫംഗ്ഷൻ എഫ്. ഏത്
ഫോമോ ആയിക്കോട്ടെ, ഏത് വൺ ഫോം ഡബ്ല്യു ഏത് വൺ ഫോം ആയിക്കോട്ടെ, അതിന് എക്സാക്റ്റ് പറയുന്നുണ്ടെങ്കിൽ ആ ഡബ്ല്യു ഈക്വൽ ടു ആരോട് ഈക്വൽ ആയിരിക്കണം, ഡി എഫിനോട് ഈക്വൽ ആയിരിക്കണം ഫോർ സം സ്മൂത്ത് ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ നമുക്ക് ഇഷ്ടമുള്ളത് ഡിഫൈൻ ചെയ്യാം, ഡിഫൈൻഡ് ആയാൽ മതി, വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ ആയാൽ മതി. ഏതെങ്കിലും ഒരു സ്മൂത്ത് ഫംഗ്ഷന് അതിൻ്റെ ഡെറിവേറ്റീവ് ഫോം ഈ ഒരു ഡബ്ല്യുവിനോട് ഈക്വൽ ആയാൽ മതി. അതായത് എക്സാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ, ഡെറിവേറ്റീവ് ഫോം ആയിരിക്കണം അത്. ഏത് ഒരു വൺ ഫോം സ്മൂത്ത് അല്ലെങ്കിൽ എക്സാക്റ്റ് ആണോ എന്ന് നോക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, ആ വൺ ഫോം ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഫോം ആണോ എന്ന് പ്രൂവ് ചെയ്ത് കൊടുത്താൽ മതി. അതാണ് ഡെഫിനിഷൻ. പക്ഷെ നമ്മൾ പ്രൂവ് ചെയ്യുക ഇങ്ങനെയൊന്നുമല്ല, ഈ ഒരു റിസൾട്ട് ഉണ്ട് അത് വെച്ചിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അപ്പം മെയിൻ കോൺസെപ്റ്റ് ഒന്നുമില്ല, അതൊരു എക്സാക്റ്റ് ഫോം ആവണമെങ്കിൽ അത് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഫോം ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കതിന് എക്സാക്റ്റ് ഫോം എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇപ്പോൾ മേലെ കൊടുത്തിട്ടുള്ള എക്സാമ്പിൾ നമുക്ക് എന്ത് കിട്ടി? From the above example we get the integral of an exact one form of a closed curve is always 0. അപ്പം എക്സാക്റ്റ് ഫോം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻ്റഗ്രൽ ഓവർ ഒരു ക്ലോസ്ഡ് കർവ് ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇൻ്റഗ്രൽ എന്തായേ പറ്റൂ, 0 ആയേ പറ്റൂ. അപ്പോൾ എക്സാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ക്ലോസ്ഡ് കർവിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ 0 ആണ്. അപ്പോൾ വാല്യൂ 0 അല്ല എന്നുണ്ടെങ്കിൽ അത് എക്സാക്റ്റ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എക്സാക്റ്റ് അല്ല എന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തരികയാണ്, എക്സാക്റ്റ് അല്ല, ഈ ഒരു വൺ ഫോം എക്സാക്റ്റ് അല്ല എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് കാണിച്ചാൽ മതി, അതിൻ്റെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 0 അല്ല എന്ന് കാണിച്ചാൽ മതി. ബിക്കോസ് എക്സാക്റ്റ് ആയിരുന്നെങ്കിൽ ആ ഇൻ്റഗ്രൽ എന്തായി പോവായിരുന്നു, 0 ആയി പോവായിരുന്നു. അപ്പോൾ എക്സാക്റ്റ് അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 0 കിട്ടുന്നില്ല എന്ന് പ്രൂവ് ചെയ്താൽ മതി. അത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, സെയിം ഈ ഒരു മെത്തേഡ് വെച്ച് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റിസൾട്ട് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കൊരു കോമ്പാക്റ്റ് കണക്റ്റഡ് ഓറിയൻറ്റഡ് പ്ലെയിൻ ആയിട്ട്, അതായത് ഇപ്പോൾ ഈ ക്ലോസ്ഡ് കർവ് പറഞ്ഞില്ല, ഇതേപോലെ പ്ലെയിൻ എന്ന് പറയുന്നത് കോമ്പാക്റ്റും കണക്റ്റഡും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 0 കിട്ടും. നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നില്ല. അപ്ലൈ ചെയ്യാൻ പോകുന്ന സാധനം ഇതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് ഈറ്റ ബി എ വൺ ഫോം ഓൺ R2 - 0 ഡിഫൈൻഡ് ബൈ. ഈറ്റ എന്ന് പറയുന്ന ഒരു വൺ ഫോം ഡിഫൈൻ ചെയ്തിരിക്കുകയാണ് ഈ തന്നിട്ടുള്ളത്. ഈറ്റ 2-3 സ്ഥലത്ത് സെയിം സാധനം ഇങ്ങനെ തന്നെയാണ് കേട്ടോ. -x2/x1² + x2² dx1 + x1/x1² + x2² dx2. ഇത് സിംപ്ലി നമുക്ക് f1 dx1 f2 dx2. f1 എന്ന് പറയുന്നത് ഫസ്റ്റ് ഫംഗ്ഷനും f2 എന്ന് പറയുന്നത് x1/x1² + x2² എന്ന് പറയുന്ന ഫംഗ്ഷനും. അങ്ങനെ ഈ ഒരു ഫോമിലാണ് ഈറ്റ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതിൽ f1ഉം f2ഉം നേരത്തെ ഈ പറഞ്ഞ പോലെ കറക്റ്റോടെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ചെയ്യേണ്ട കാര്യം, ഷോ ദാറ്റ് ദ വൺ ഫോം ഈറ്റ ഓൺ R2 - 0 ഈസ് നോട്ട് എക്സാക്റ്റ്. ഈ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഈ ഫോം എന്ന് പറയുന്നത് എക്സാക്റ്റ് അല്ല, ഇതൊരു ഫോമാണ്, വൺ ഫോം ആണ്, പക്ഷേ ഇതൊരു എക്സാക്റ്റ് ഫോം അല്ല എന്ന് പ്രൂവ് ചെയ്യണം. ഇതാണ് ഈറ്റ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വൺ ഫോം. നമ്മുടെ W വെച്ചിട്ടാണ് സാധാരണ ഡിനോട്ട് ചെയ്യുക, പക്ഷേ സ്പെസിഫിക് ആയിട്ട് ഈ ഈറ്റ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വൺ ഫോം അല്ല എന്ന് പ്രൂവ് ചെയ്യണം, എക്സാക്റ്റ് അല്ല എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇത് എക്സാക്റ്റ് അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 0 അല്ല എന്ന് പ്രൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ എവിടെയെങ്കിലും ഇൻ്റഗ്രേറ്റ് ചെയ്താൽ പോരാ, ഒരു ക്ലോസ്ഡ് സർഫസിനകത്ത് അല്ലെങ്കിൽ ക്ലോസ്ഡ് പാരാമെട്രൈസ്ഡ് കർവിനകത്ത് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മളൊരു എലിപ്സ് എടുക്കുകയാണ്. ഏതെങ്കിലും ക്ലോസ്ഡ് സർഫസ് എടുക്കാം അല്ലെങ്കിൽ കർവ് എടുക്കാം. ഇവിടെ നമ്മൾ എടുക്കുന്നത് എലിപ്സ് ആണ്. സി ബി ദ എലിപ്സ് x1² + x2² + b² = 1. x1 x2 R2ലാണ് കളി നടക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ എലിപ്സ് എടുക്കാൻ കാരണം. ഓറിയൻറ്റഡ് ബൈ ഇൻവേർഡ് നോർമൽ, നമുക്ക് ഷോ ചെയ്യേണ്ടത് ഇൻ്റഗ്രൽ ഓവർ ദാറ്റ് സി ആണ് നമ്മൾ എടുക്കുന്ന എലിപ്സ് അല്ലേ. അപ്പോൾ സിയിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ക്ലോസ്ഡ് പാരാമെട്രൈസ്ഡ് കർവാണ്. സോ സിയിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നോട്ട് ഈക്വൽ ടു 0 എന്ന് വേണം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും കർവ് എന്ന് പറയുന്നത് എപ്പോഴും പാരാമെട്രൈസ്ഡ് ആയിരിക്കണം. സോ നമ്മളതിൻ്റെ എലിപ്സിൻ്റെ പാരാമെട്രൈസേഷൻ നമുക്കറിയണതാണ് a cos t b sin t അല്ലേ. അത് നമ്മളിവിടെ പാരാമെട്രൈസേഷൻ കൊടുത്തു. ആൽഫ എന്ന് പറയുന്നത് നമ്മൾ 0 to 2π എന്ന് സിയിലേക്കുള്ള എലിപ്സിലേക്കുള്ള ആൽഫ എന്ന് പറയുന്ന കർവ് ഡിഫൈൻ ചെയ്തു. ആൽഫ ഓഫ് t = a cos t b sin t. അതാണ് നമ്മുടെ പാരാമെട്രൈസേഷൻ ഓഫ് എലിപ്സ്. ശ്രദ്ധിക്കേണ്ടത് ഈ ലിമിറ്റാണ്. 0 to 2πയിലാണ് നമ്മളിതിനെ വാരി ചെയ്യുന്നത്, അല്ലെങ്കിൽ 0 to 2πയിലുള്ള വാല്യൂസ് നമ്മൾ എടുക്കുന്നുള്ളൂ. പിന്നെ വരുന്നത് റിപ്പീറ്റേഷൻ പീരിയോഡിസിറ്റി വരുമല്ലോ. സോ നമ്മൾ 0 to 2πയിൽ നമ്മളതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരിക. എലിപ്സാണ് നമ്മളെടുക്കുന്ന പാരാമെട്രൈസ്ഡ് കർവ്. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം ഇൻ്റഗ്രൽ ഓവർ സി ഈറ്റ നോട്ട് ഈക്വൽ ടു 0 അല്ലേ. അപ്പോൾ അത് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇൻ്റഗ്രൽ ഓവർ സി ഈറ്റ എന്ന് പറഞ്ഞിട്ട് ദാറ്റ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ആൽഫ ഈറ്റ. കാരണം സീനെ നമ്മൾ പാരാമെട്രൈസ് ചെയ്ത് ആൽഫ എന്ന് പറഞ്ഞ ഫോമിൽ എഴുതി വെച്ചിട്ടുണ്ട്. സോ ഇൻ്റഗ്രൽ ഓവർ ആൽഫ ചെയ്താൽ മതി. അതെങ്ങനെ നമ്മൾ ആൽഫ എന്നുള്ളതിനെ എങ്ങനെ മാറ്റുക? 0 to 2π. ആ ആൽഫ എവിടെ നിന്നാണോ ഡിഫൈൻ ചെയ്തത്, നമ്മൾ a to b എന്നാണ് ഇൻ്റഗ്രേഷൻ കൊടുക്കാറുള്ളത്.
അതിന് പകരം ഇവിടെ എക്കും ബിക്കും പകരം 0യും 2π ആണ്. അപ്പോൾ 0 to 2π ഈറ്റ ഓഫ് ആൽഫ ഡോട്ട് ഓഫ് ടി ഡി ടി. അതായത് നമ്മളതിൻ്റെ ആൽഫേൻ്റെ ഡെറിവേഷൻ കൊടുക്കുക, നമ്മളെപ്പോഴും ചെയ്യാറുള്ള കാര്യം തന്നെ. അതിനുശേഷം ഈറ്റയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0 to 2π ഈറ്റ എന്ന് പറയുന്നത് എന്താ തന്നിട്ടുണ്ട്, F1 dx1 F2 dx2. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ആൽഫ ഡോട്ട് ഓഫ് ടി ഡി ടി അവിടെ ഉണ്ട്. നെക്സ്റ്റ് വരുന്നത് F1 എന്ന് പറയുന്നത് ഏതില്ല, ഇപ്പം ഒരു ഫംഗ്ഷൻ പറയുമ്പം നമ്മൾ എഫ് ഓഫ് എക്സ്, എഫ് ഓഫ് വൈ അല്ലെങ്കിൽ എഫ് ഓഫ് വി, എഫ് ഓഫ് പി വി അത് നമുക്ക് കൊടുക്കണം. പക്ഷേ ഇവിടെ വരുന്നത് ആൽഫയാണ് നമ്മുടെ വാല്യൂസ് എന്ന് പറഞ്ഞാൽ, ആൽഫ ഓഫ് ടി ആണ് നമ്മുടെ വാരിയബിൾസ്. സോ F1 നമ്മൾ ആൽഫ ഓഫ് ടി കൊടുത്തു, F1 ഓഫ് ആൽഫ ഓഫ് ടി. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് കൊടുക്കുന്ന ആ ഒരു മീനിങ്ങേ ഉള്ളൂ, ഇവിടെ ആൽഫയാണ് നമ്മുടെ വാല്യൂസ് എന്ന് മാത്രം. F1 ഓഫ് ആൽഫ ഓഫ് ടി, പിന്നെ ഈ F1ൻ്റെ സ്ഥാനത്താണ് കൊടുത്തുള്ളത്. പിന്നെ dx1 അതുപോലെ തന്നെ പുറത്ത് ഡോട്ട് പ്രൊഡക്റ്റ് ആൽഫ ഡോട്ട് ഓഫ് ടി ഉണ്ട്, അത് അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നെക്സ്റ്റ് ഇതുപോലെ തന്നെ നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് ഈ ആൽഫ ഡോട്ടിനായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ആദ്യം ചെയ്തിട്ടുള്ളത്. പിന്നെ ബാക്കി വരുന്നത് ഈ ടേമാണ് F2 ഓഫ് ആൽഫ ഓഫ് ടി ഇൻറ്റു dx2 ഓഫ് ആൽഫ ഡോട്ട് ഓഫ് ടി ഡി ടി. എല്ലാവർക്കും ബാധകമാണ്. ഇനി നോക്കി F1 എന്താ, F1 ഇത് എവിടെ കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് ഇതാണ് F1 മൈനസ് x2/x1² പ്ലസ് x2². പക്ഷെ നമ്മൾ ഇവിടെ വേരിയബിൾസ് x1 x2 അല്ല, ആൽഫ 1 ആൽഫ 2 ആണ്. അതിൽ കാരണം വേരിയബിൾസ് നടക്കുന്ന x1 x2 അത് കൺഫ്യൂഷൻ ആവരുത്. കാരണം പാരാമട്രൈസേഷൻ നമ്മളിവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, ആൽഫ 1 ആൻഡ് ആൽഫ 2, എ കോസ് ടി ബി സൈൻ ടി എന്ന് പറഞ്ഞ പാരാമട്രൈസേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എക്സും വൈയും കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ x1 x2 കൊടുക്കാൻ പാടില്ല. ആരെ കൊടുക്കണം, ആൽഫ 1 ആൽഫ 2 കൊടുക്കണം. കാരണം എന്താ, ഫംഗ്ഷൻ F1 ഇപ്പോൾ എഫ് ഓഫ് എക്സ് ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാമായിരുന്നു, എഫ് ഓഫ് x1 x2 എന്ന് പറഞ്ഞിട്ട് കൊടുക്കാമായിരുന്നു. പക്ഷേ F1 ഓഫ് എക്സ് ആയിരുന്നെങ്കിൽ, പക്ഷേ ഇവിടെ ഉള്ളത് ആരാണ്, F1 ഓഫ് ആൽഫ അല്ലേ. അപ്പോൾ കോമ്പോസിഷനാണ് വരുന്നത്. x1 ഉള്ളിടത്ത് ആര് കൊടുക്കണം, ആൽഫകൾ കൊടുക്കണം. സോ x1 ഉള്ളിടത്തൊക്കെ ആൽഫ 1 കൊടുക്കുക, x2 ഉള്ളിടത്തൊക്കെ ആര് കൊടുക്കുക, ആൽഫ 2 കൊടുക്കുക. അപ്പോൾ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എഫിൻ്റെ വാല്യൂ ഇവിടെ കൊടുക്കുമ്പം ഇങ്ങനെ വരും. അതുപോലെ തന്നെ F2ൻ്റെ വാല്യൂവും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ആൽഫ 2 ആൽഫ 1 എന്താണെന്ന് നമുക്കറിയാം, എ കോസ് ടി ബി സൈൻ ടി. അതിൻ്റെ വാല്യൂ സെയിം പോലെ കൊടുത്തു, മൈനസ് ബി സൈൻ ടി. പിന്നെ ആൽഫ 1ൻ്റെ ഡെറിവേറ്റീവ്, ആൽഫ 1 എന്ന് പറയുന്നത് എന്താ, എ കോസ് ടി ആണ്. അപ്പം എ കോസ് ടിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് എ സൈൻ ടി വരും. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഫസ്റ്റ് ന്യൂമറേറ്ററിൽ കൊടുത്തിട്ടുള്ളത് ആൽഫ 2 മൈനസ് ആൽഫ 2ഉം പിന്നെ ഇവിടുത്തെ ആൽഫ 1ൻ്റെ ഡെറിവേറ്റീവും. താഴെ ആൽഫ 1² പ്ലസ് ആൽഫ 2². ആൽഫ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കോസ് ടി, അതിൻ്റെ സ്ക്വയർ a² കോസ് സ്ക്വയർ ടി, ബി സൈൻ ടി b² സൈൻ സ്ക്വയർ ടി സ്ക്വയർ ചെയ്തു. അതുപോലെ തന്നെ മറ്റൊരിടത്തും കൊടുത്തു. ആൽഫ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കോസ് ടി, ആൽഫ 2ൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി കോസ് ടി, താഴെ സെയിം സാധനം. അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കി. ഇപ്പം ഇവിടെ ഉള്ളത് മൈനസിൻ്റെ മൈനസ് പ്ലസ് വരും. അപ്പം എ ബി സൈൻ സ്ക്വയർ ടി അല്ലേ, സൈൻ സ്ക്വയർ ടി ഇവിടെ വന്നു. ഇനി ഇപ്പുറത്തെ സെക്കൻഡ് ടേമിലോ എ ബി കോസ് സ്ക്വയർ ടി അല്ലേ, എ ബി സൈൻ സ്ക്വയർ ടി പ്ലസ് എ ബി കോസ് സ്ക്വയർ ടി. അതിൽ എ ബി അങ്ങ് ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ ആരുണ്ടാവും, സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി. അതെന്താണ്, 1 ആണ്. അപ്പോൾ നമ്മളിവിടെ എഴുതേണ്ട ആവശ്യമില്ല, എ ബി ഇൻറ്റു 1 വരും. അപ്പം എ ബി ഡിവൈഡഡ് ബൈ ന്യൂമറേറ്ററിൽ ആരാ, a² കോസ് സ്ക്വയർ ടി പ്ലസ് b² സൈൻ സ്ക്വയർ ടി. ഇനി ഇത് നമുക്കൊന്നും കോമൺ ആയിട്ട് പുറത്തെടുക്കാനൊന്നുമില്ല. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും a² കോസ് സ്ക്വയർ ടീനെയും കൊണ്ട് ഇൻ്റഗ്രേഷനാണ്, എന്തെങ്കിലുമൊക്കെ ഒരു നാക്ക് ഉണ്ടാവും. സബ്സ്റ്റിറ്റ്യൂഷനാണ് നമ്മളോട് ചെയ്യാൻ പോകുന്നത്. അതിനാദ്യം നമ്മൾ a² കോസ് സ്ക്വയർ ടീനെയും കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും കംപ്ലീറ്റ് ത്രൂ ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം വാല്യൂവിൽ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം നമുക്ക് കിട്ടും എന്ത്, b/a sec² t. അതെങ്ങനെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. എ ബി ഡിവൈഡഡ് ബൈ a² കോസ് സ്ക്വയർ ടി ആണ്, കോസ് സ്ക്വയർ ടി ആണ്. അപ്പം ഇവിടുത്തെ എയും ഇതും പോയി കഴിഞ്ഞാൽ b/a വരും. പിന്നെ ബൈ കോസ് സ്ക്വയർ ടി ആണ്. അപ്പോൾ അതിന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, 1/cos എന്ന് പറഞ്ഞാൽ സീക്ക് അല്ലേ, അപ്പോൾ sec² t എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണ് ആ ടേം വന്നിട്ടുള്ളത്. അപ്പോൾ b/a sec² t dt വരും. ഡിവൈഡഡ് ബൈ a² കോസ് സ്ക്വയർ ടീനെ അതുകൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്ത 1, അടുത്ത ടേം b/a ഹോൾ സ്ക്വയർ ടാൻ സ്ക്വയർ ടി എന്ന് പറഞ്ഞിട്ട് വരും. ഇനി പിന്നെ ചെയ്തിട്ടുള്ള ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 to 2π നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം നമ്മളതിനെ സ്പ്ലിറ്റ് ചെയ്ത് അതായത് 0 to 2π വരെ എന്ന് പറയുമ്പം 0 to π/2 π/2 to π
പിന്നെ π2 അങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് 3π/2 അങ്ങനെ 4 എണ്ണമാക്കിയിട്ട് നമുക്ക് മുറിക്കാൻ പറ്റുമല്ലോ. മൊത്തം 2π എന്ന് പറയണതിന് നമ്മൾ ഇങ്ങനെ 4 എണ്ണമാക്കിയിട്ട് നമുക്ക് മുറിക്കാമല്ലോ. 0 to π/2, π/2 to π, then 3π/2, പിന്നെ 2π എന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് 4 × 0 to π/2 എന്ന് പറഞ്ഞ രീതിയിൽ എഴുതി. ഇനി നമ്മൾ b/aക്ക് tan t കൊടുത്തിട്ട് b/a tan tക്ക് u എന്ന് കൊടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതിവിടെ കൊടുത്തിട്ടുണ്ട്. b/a tan t എന്ന് പറഞ്ഞ ടേമിന് നമുക്ക് u കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് വന്നു? ഈ സാധനത്തിന് 1/1 + u² × du വന്നു. du ആണ് sec² എന്ന് പറയുന്നത്. അപ്പം b/a sec². അപ്പം അതിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ലിമിറ്റും കൂടി മാറ്റണം. അപ്പം ടിക്ക് 0 ആകുമ്പോൾ യുവിൻ്റെ വാല്യൂ എന്താണെന്ന് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ടിക്ക് 0 ആകുമ്പോൾ യുവിൻ്റെ വാല്യൂ 0 തന്നെ. ഇനി ടിക്ക് π/2 ആകുമ്പോൾ യുവിൻ്റെ വാല്യൂ tan π/2, അത് ഇൻഫിനിറ്റി അല്ലെങ്കിൽ നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ 0 to ഇൻഫിനിറ്റി ആയിട്ടാണ് നമ്മുടെ ലിമിറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതും കൂടി ശ്രദ്ധിക്കുക. du/1 + u². ഇനി 1/1 + x² എന്ന് പറയുന്നത് എന്തിൻ്റെ ഇൻ്റഗ്രലാണ്? tan ഇൻവേഴ്സ് എക്സിൻ്റെ. അപ്പോൾ ഇവിടെ എക്സ് അല്ല യു ആണ്. അപ്പോൾ tan ഇൻവേഴ്സ് യു കൊടുത്തു. 4 × tan ഇൻവേഴ്സ് യു. ലിമിറ്റ് ഇതിൻ്റെ ലിമിറ്റ് 0 to ഇൻഫിനിറ്റി. അത് കഴിഞ്ഞിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്തു. അങ്ങനെ കൊടുത്ത് കിട്ടിയപ്പോൾ നമുക്ക് 4 × π/2 ദാറ്റ് ഈസ് 2π ആണ് വാല്യൂ കിട്ടിയിട്ടുള്ളത്. നമ്മൾ ചെയ്തിരുന്ന നമ്മുടെ എയിം എന്തായിരുന്നു? ഇൻ്റഗ്രൽ ഓവർ c ഈറ്റ നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടി? അത് 2π ആണ്. 2π എപ്പോഴെങ്കിലും 0 ആവില്ല. നോൺ സീറോ ആയിട്ടുള്ളൊരു കോൺസ്റ്റൻ്റ് ആണ് 2π. അപ്പോൾ അതൊരിക്കലും 0 അല്ല. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഈ വൺ ഫോമിൻ്റെ ഇൻ്റഗ്രൽ ഓവർ ഒരു ക്ലോസ്ഡ് കർവിൽ നമുക്ക് 0 അല്ല. അത് എക്സാക്റ്റ് ആയിരുന്നെങ്കിൽ അത് 0 ആയേനെ. സോ നമുക്ക് എന്ത് പറയാം? ഈ വൺ ഫോം ഈറ്റ എന്ന് പറഞ്ഞിട്ടുള്ള തന്നിട്ടുള്ള വൺ ഫോം എന്തല്ല? എക്സാക്റ്റ് അല്ല. ഓക്കെ ആണോ? ജസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഒരു എലിപ്സിലാണ് നമുക്ക് ചെയ്യേണ്ടത്. ഒരു ക്ലോസ്ഡ് കർവിനകത്താണ് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലോസ്ഡ് കർവായിട്ട് R2-നകത്താണ് കളി നടക്കുന്നത്. സോ നമ്മൾ എലിപ്സിനെ ചൂസ് ചെയ്തു. എലിപ്സ് ചൂസ് ചെയ്തിട്ട് ജസ്റ്റ് അതിൻ്റെ പാരാമെട്രൈസേഷൻ കൊടുത്തു. ആ പാരാമെട്രൈസേഷൻ വെച്ചിട്ട് നമ്മൾ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കി. ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ ലാസ്റ്റ് ആൻസർ വന്നിട്ട് ഇൻ്റഗ്രേഷനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ കൊടുത്തിട്ടാണ് ചെയ്യണത്. അങ്ങനെ നമ്മൾ ചെയ്ത് വന്നപ്പോൾ നമുക്ക് ആൻസർ 2π കിട്ടി. അതൊരിക്കലും 0 അല്ല. അപ്പോൾ 0 അല്ലാത്ത നോൺ കോൺസ്റ്റൻ്റ് ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ കിട്ടിയത്. അത് നോൺ സീറോ ആയതുകൊണ്ട് തന്നെ തന്നിട്ടുള്ള ഫോം എക്സാക്റ്റ് അല്ല. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. അടുത്തത് നമുക്ക് എക്സാക്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ ഈ തന്നിട്ടുള്ള ഈറ്റ ഉണ്ടല്ലോ, ഈറ്റയ്ക്ക് ഇനി പറയുന്ന നെക്സ്റ്റ് ഭാഗത്തേക്ക് നമ്മൾ കൊടുക്കുന്ന ഈറ്റ സെയിം ആണ്. ഈറ്റ എന്ന് പറയുന്ന എക്സാക്റ്റ് ഫോം നമുക്ക് എക്സാക്റ്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രൽ 0 ആവുന്നേ ഉള്ളൂ. പക്ഷേ ഇൻ്റഗ്രൽ 0 ആണ് വിചാരിച്ചിട്ട് എപ്പോഴും എക്സാക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ഒരു ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇല്ല, ഒരു സൈഡേ ഉള്ളൂ. എക്സാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രൽ 0 ആണ്. അപ്പോൾ അതിൻ്റെ കോൺട്രാപോസിറ്റീവ് എടുക്കുമ്പോൾ അത് 0 അല്ല എന്നുണ്ടെങ്കിൽ എക്സാക്റ്റ് അല്ല എന്ന് പറയാൻ പറ്റും. പക്ഷേ ഏതെങ്കിലും ഒരു വൺ ഫോമിൻ്റെ ഇൻ്റഗ്രൽ അങ്ങ് 0 ആയി എന്ന് വെച്ചാൽ അത് എക്സാക്റ്റ് ആവണമെന്നുണ്ടോ? ഒരിക്കലും ഇല്ല. എക്സാക്റ്റ് ആണെങ്കിൽ ഇൻ്റഗ്രൽ 0. അപ്പോൾ നമുക്ക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ ബൈ അതിൻ്റെ ഡെഫിനിഷൻ തന്നെ പോകേണ്ടി വരും. അതായത് എക്സാക്റ്റിൻ്റെ ഡെഫിനിഷൻ എന്താ? നമുക്ക് തന്നിട്ടുള്ള W എന്ന് ഇപ്പോൾ ഇവിടെ ഈറ്റയാണ്. അപ്പം ഈറ്റ എന്ന് പറയുന്ന സാധനം, ഈറ്റ എന്ന് പറയുന്ന ഫോം സം DF ആവണം. അല്ലെങ്കിൽ DF എന്നില്ല, ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ. ഇവിടെ നമ്മൾ θv എന്ന് പറയുന്ന ഫംഗ്ഷനാണ് എടുക്കുന്നത്. എന്തായാലും ഏതെങ്കിലും ഒരു സ്മൂത്ത് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഫോം ആയാൽ മതി അല്ലേ? അപ്പോൾ DF = ഈറ്റ എന്ന് പ്രൂവ് ചെയ്യലാണ് എക്സാക്റ്റിന് ചെയ്യേണ്ട കാര്യം. നമുക്ക് W = DF എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഏത് തന്നിട്ടുള്ള എക്സാക്റ്റ് ഫോം ഏതാണോ അത് ഒരു ഡെറിവേറ്റീവ് ഫോമിലാക്കണം. അപ്പോൾ അങ്ങനെ ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റണം. ആ ഫംഗ്ഷനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് DF കണ്ടുപിടിക്കുമ്പോൾ അത് ഈറ്റേനോട് ഈക്വൽ ആയിട്ട് വരികയും വേണം. ഈറ്റ നമുക്ക് ഓൾറെഡി അറിയാം. -x2/x1² + x2² × dx1 + x1 / x1² + x2² × dx2. ഇതാണ് ഈറ്റ. അപ്പോൾ ആ ഈറ്റ = സം DF അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എടുക്കുന്ന dθv എന്ന് പറയുന്ന ഫംഗ്ഷൻ. θv ആണ് ഫംഗ്ഷൻ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ഒന്നുമില്ല, ഏതെങ്കിലും ഒരു സ്മൂത്ത് ഫംഗ്ഷനായിട്ട് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇതല്ല വേറൊരു സ്മൂത്ത് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ. അപ്പോൾ എന്തായാലും ഒരു സ്മൂത്ത് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ട് ആ സ്മൂത്ത് ഫംഗ്ഷൻ വെൽ ഡിഫൈൻഡ് ആണെന്ന് കാണിക്കുകയും അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ dθv അല്ലെങ്കിൽ DF എടുക്കുമ്പോൾ നമുക്ക് ഈ ഈറ്റ കിട്ടുകയും വേണം. ഈറ്റേനെ ഏതെങ്കിലും ഒരു ഡിഫറൻഷ്യൽ ഫോമായിട്ട് എഴുതി കൊടുക്കണം. അതാണ് ചെയ്യാൻ പോകുന്ന കാര്യം. അതിന് വേണ്ടിയിട്ട് നമുക്ക് അപ്പോൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. സോ θv എന്ന് പറയുന്നത് ഒരു നമ്പറായിട്ട് നമ്മൾ ചൂസ് ചെയ്തു. θv എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പറാണ്. ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ലേ?
ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് consider the ray RV r greater than 0 where V is a unit vector in R2 and take V is equal to R2 minus ഈ റേ ഒരു റേ എന്ന് പറയുന്നത് ഇവിടെ പിക്ചറിൽ സൈഡിൽ കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു റേ ആർ ഗ്രേറ്റർ ദാൻ പോസിറ്റീവ് റിയലിലുള്ള സൈഡിലുള്ള ഒരു റേ ആണ് ഈ പറയുന്ന RV എന്ന് പറയുന്നത്. ആ റേ ഒഴിച്ചിട്ട് ബാക്കിയുള്ളതാണ് നമ്മുടെ ഫീൽഡ്. അവിടെയാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. അതാണ് V എന്ന് പറയുന്ന വെക്റ്റർ സ്പേസ്. അവിടെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള ആളാണ് ഈറ്റ. ആ ഈറ്റ എക്സാക്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പം ആ ഈറ്റ ഈക്വൽ ടു സം ഡി തീറ്റ വി എന്ന് പ്രൂവ് ചെയ്യാൻ പോവുക. അപ്പോൾ തീറ്റ വി എന്ന് പറയാൻ കാരണം നമ്മളിപ്പോൾ എഫ് എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാറില്ല, അതിന് പകരം ഒരു തീറ്റ വി എടുത്തെന്ന് മാത്രം ഫംഗ്ഷൻ്റെ പേര്. അപ്പം ഇവിടെ തീറ്റ വി എന്ന് പറയുന്നത് ആദ്യം ഒരു റിയൽ നമ്പറായിട്ട് ചൂസ് ചെയ്തു. സ്മോൾ തീറ്റ വി എന്ന് പറയുന്നത് റിയൽ നമ്പറായിട്ട് ചൂസ് ചെയ്തു. 0ൻ്റെയും 2π ഇടയിലുള്ളൊരു റിയൽ നമ്പറാണ്. സച്ച് ദാറ്റ് വി ഈക്വൽ ടു കോസ് തീറ്റ വി സൈൻ തീറ്റ വി. ഇതാണ് വീൻ്റെ വാല്യൂ. ഓക്കെ, ഇതാണ് വീൻ്റെ വാല്യൂ. ഇതൊക്കെ ഡിഫൈൻ ചെയ്യുകയാണേ. ഇത് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ തന്നെ നമ്മളായിട്ട് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് എത്രത്തോളം പോസിബിൾ ആവും എന്നറിയില്ല. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ഈ ഡിഫൈൻ ചെയ്യേണ്ട ഫംഗ്ഷൻ ഒന്ന് ഓർത്ത് വയ്ക്കണം. ആൻഡ് തീറ്റ വി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇതാണ് ഡിഫൈൻ ചെയ്യുന്നത്. തീറ്റ വി എന്ന് പറയുന്ന ഫംഗ്ഷൻ തന്നിട്ടുള്ള ഡൊമൈനിൽ നിന്ന് വിയിൽ നിന്ന് ആറിലേക്ക് തന്നെ ഡിഫൈൻ ചെയ്യുന്നത്, കാരണം അത് സെയിം ആവണമല്ലോ. വിയിൽ നിന്ന് ആറിലേക്ക് ഡിഫൈൻ ചെയ്തു. എക്സ് വൈ ബിലോങ്സ് ടു വി ആണ്. തീറ്റ വി ഓഫ് എക്സ് വൈ ഇസ് ദ യുണീക്ക് റിയൽ നമ്പർ വിത്ത് തീറ്റ വിൻ്റെ നമ്മൾ ഓൾറെഡി എടുത്ത കുഞ്ഞ് തീറ്റ വി ഉണ്ട്, സ്മോൾ തീറ്റ വി, അതിൻ്റെയും തീറ്റ വി പ്ലസ് 2πൻ്റെയും കൂടി ഇടയിലുള്ള ഒരു ക്യാപിറ്റൽ തീറ്റ വി. അതാണ് ഈ ഫംഗ്ഷൻ്റെ വാല്യൂ വരുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലായിരിക്കും. അത് പറയാൻ കാരണം നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ താഴെ നോക്കുക. കോസ് തീറ്റ വി ഓഫ് എക്സ് വൈ സൈൻ തീറ്റ വി ഓഫ് എക്സ് വൈ ഈക്വൽ ടു ദാറ്റ് x by x square plus y square raised to 1/2 y by x square plus y square raised to 1/2. അപ്പം ഇതാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള ആൾ. പക്ഷേ ഇത് നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വരുമ്പം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടല്ലേ ഡിഫൈൻ ചെയ്യുക. പക്ഷേ ഇവിടെ നമ്മൾ തീറ്റ വി ആണ് ഫംഗ്ഷൻ. പക്ഷേ തീറ്റ വി ഓഫ് എക്സ് വൈ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാണാണ്ട് ഇവിടെ ഇല്ല. പക്ഷേ ആ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ്റെ കോസും സൈനും കൊടുക്കുമ്പോൾ ഇതാണ് വാല്യൂ എന്നേ ഉള്ളൂ പറഞ്ഞിട്ട്. അപ്പം ഇനി നമുക്കതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് കാണണ്ടേ, ഈ തീറ്റ വി ഓഫ് എക്സ് വൈ എന്താണെന്ന് അറിയണം. അപ്പോൾ അതിന് തന്നിട്ട് ആദ്യം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് അതിൻ്റെ കോസ് ആൻഡ് സൈൻ വാല്യൂസ് ഇതാണെന്ന് ഡിഫൈൻ ചെയ്ത് വെച്ചു. കോസ് തീറ്റ വി ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ റേസ് ടു 1/2 ആൻഡ് സൈൻ തീറ്റ വി ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ റേസ് ടു 1/2. വായിക്കുമ്പോൾ ആ ലൈനിൽ കൂടെ നോക്കാം കേട്ടോ, അല്ലെങ്കിൽ മനസ്സിലാവില്ലേ. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമുക്ക് ഇനി ഇതിന്ന് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? തീറ്റ വി ഓഫ് എക്സ് വൈ, അതാണല്ലോ നമ്മുടെ ഫംഗ്ഷൻ. ഇപ്പം നമ്മൾ എടുക്കുന്ന തീറ്റ വി കണ്ടു കഴിഞ്ഞാലുള്ളൂ അതിൻ്റെ ഡി തീറ്റ വി ഈക്വൽ ടു ഈറ്റ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. എക്സാക്റ്റ് ഫോം നമുക്ക് തന്നിട്ടുള്ള ഫോം ഏതെങ്കിലും ഇതിൻ്റെ ഡിഫറൻഷ്യൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിന് ആദ്യം ഒരു ഫംഗ്ഷൻ വേണം, സ്മൂത്ത് ഫംഗ്ഷൻ. അതാണ് ഇപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്ന ഫംഗ്ഷൻ. അതിൻ്റെ ഡി തീറ്റ എടുക്കണം, അപ്പം നമുക്ക് ഈറ്റ കിട്ടണം. ഇതാണ് എയിം. ഒന്നുകൂടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തീറ്റ വി ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. തീറ്റ വി ഡിഫൈൻ ചെയ്യുമ്പോൾ ഇതാണ് അത് തന്നിട്ടുള്ള നമ്മൾ ആദ്യം പറഞ്ഞ കണ്ടീഷൻ. അത് നമുക്ക് തീറ്റ വി ഈക്വൽ ടു പറഞ്ഞിട്ട് എഴുതി വെക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കയ്യിൽ എന്തുണ്ട്, ജസ്റ്റ് ടാൻ ഒന്ന് എടുത്തൊക്കെ. ഇവിടെ സൈൻ എന്താണെന്ന് അറിയാം, കോസ് എന്താണെന്ന് അറിയാം. അപ്പോൾ നമുക്ക് ടാൻ കണ്ടൂടെ. ടാൻ ഇസ് ഈക്വൽ ടു സൈൻ ബൈ കോസ് ആണ് അല്ലേ. അപ്പോൾ സൈൻ തീറ്റ വി ഓഫ് എക്സ് വൈ ഡിവൈഡ് ബൈ കോസ് തീറ്റ വി ഓഫ് എക്സ് വൈ റൈറ്റ് സൈഡിൽ നമ്മുടെ കയ്യിൽ അതിൻ്റെ വാല്യൂ ഉണ്ടല്ലോ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. അപ്പോൾ ടാൻ ഈക്വൽ ടു നമുക്ക് എന്ത് വരും, സൈന് ഇത് ഡിവൈഡഡ് ബൈ ഇത്. സൈൻ ബൈ കോസ് ചെയ്യുമ്പോൾ സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ആണല്ലോ, ദാറ്റ് ഈസ് ഡിവൈഡഡ് ബൈ കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഡിവൈഡ് ചെയ്യുക. അപ്പോൾ വൈ ബൈ ഒരു സാധനം ഡിവൈഡ് ബൈ എക്സ് ബൈ സെയിം സാധനം, അത് രണ്ടും കട്ട് ചെയ്ത് പോകും. ഡിനോമിനേറ്റേഴ്സ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും, വൈ ബൈ എക്സ് എന്ന് വരും. എഴുതി നോക്കാം കേട്ടോ. അപ്പോൾ ടാൻ തീറ്റ വി ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് വൈ ബൈ എക്സ് വന്നു. ക്ലിയർ ആണേ. സിമിലർലി നമുക്ക് കോട്ടും ഡിഫൈൻ ചെയ്യാം, കാരണം കോസ് ബൈ സൈൻ എടുക്കുക, അപ്പോൾ എക്സ് ബൈ വൈ എന്ന് വരും. അപ്പം അത് വേണമെന്നില്ല. എന്തായാലും ടാൻ നോക്കുക. ടാൻ തീറ്റ വി ഓഫ് എക്സ് വൈ നമുക്ക് എന്ത് കിട്ടി, വൈ ബൈ എക്സ് കിട്ടി. അത് നമുക്ക് തീറ്റ വി കണ്ടുകൂടെ, ടാനിന് അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ ടാൻ ഇൻവേഴ്സ് വരും. അപ്പോൾ തീറ്റ വി ഓഫ് എക്സ് വൈ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. തീറ്റ വി ഓഫ് എക്സ് വൈ കൊണ്ട് ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ്, അതാണ് നമ്മുടെ ഫംഗ്ഷൻ. ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഈറ്റ എന്ന് കിട്ടണം. ഡെറിവേറ്റീവ് എടുക്കല്ലേ, എടുത്തു. ഡി തീറ്റ വി ഓഫ് എക്സ് വൈ. അതിൻ്റെ ഡെറിവേറ്റ് ചെയ്യുമ്പം ആലോചിക്കണം, എക്സിലും വൈയിലും ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ ചെയിൻ റൂൾ ആവശ്യമാണ്.
അപ്പോൾ ചെയിൻ റൂൾ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഡോ തീറ്റ അതിനെ ചെയിൻ റൂൾ ചെയ്യുമ്പോൾ ആദ്യം എക്സിൽ ചെയ്യണം, പിന്നെ വൈയിൽ ചെയ്യണം. ഡോ തീറ്റ വി ഓഫ് ഡോ എക്സ് വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ് ഇൻറ്റു ഡി എക്സ് വരും. ഡോ തീറ്റ വി ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ചെയിൻ റൂൾ ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ തീറ്റ വിനെ എക്സിൽ പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്തു ഇൻറ്റു ഡി എക്സ്, തീറ്റ വിനെ വൈയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്തു ഇൻറ്റു ഡി വൈ. ഓക്കെ, അപ്പം തീറ്റ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ്. ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1/1 + x² ആണ്. ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/1 + x². അപ്പോൾ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് വൈ ബൈ എക്സ് ആണെന്ന് മാത്രം. അപ്പോൾ 1/1 + y ബൈ എക്സിൻ്റെ സ്ക്വയർ എന്ന് വരും. ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 1/1 + x² എന്നുള്ളത് 1/1 + y ബൈ എക്സിൻ്റെ സ്ക്വയർ ഇൻറ്റു നമുക്കറിയാം ഡെറിവേറ്റ് ചെയ്യുമ്പോൾ ഇപ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ sin 2x ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് cos 2x വരും ഇൻറ്റു ആരെ ചെയ്യണം? ഈ 2xനെ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ. അപ്പം നമ്മൾ ആ ഫംഗ്ഷനെ കൂടി വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ y ബൈ എക്സിനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ടാൻ ഇൻവേഴ്സിൻ്റെ ഉള്ളിൽ വെറും എക്സ് അല്ല വൈ ബൈ എക്സ് ആണ്, ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ആ വൈ ബൈ എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു ആരാ? എക്സിലാണ് ചെയ്യുന്നത്. എക്സിൽ ചെയ്യുമ്പോൾ -1 ബൈ എക്സിൻ്റെ -1 ബൈ x² വരും. 1 ബൈ എക്സിന് -1 ബൈ x² ഇൻറ്റു ആരും കൂടി ഉണ്ട്, വൈ അവിടെ കോൺസ്റ്റൻ്റ് ആണ്, പാർഷ്യൽ ഡിഫറൻസിയേഷൻ ആണ്. സോ -y ബൈ x². അതുപോലെ തന്നെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സിനെ ചെയ്യുക 1/1 + y² ബൈ x² ഇൻറ്റു 1 ബൈ എക്സ്. അവിടെ വൈയിൽ ചെയ്യുമ്പോൾ വൈ ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താ? വൈൻ്റെത് കോൺസ്റ്റൻറ്റ് 1 വരും. വൈൻ്റെ ഡെറിവേറ്റീവ് 1, പിന്നെ 1 ബൈ എക്സ് അവിടെ കോൺസ്റ്റൻറ്റ്, അതാണ് വരുന്നത്. അപ്പോൾ 1 ബൈ എക്സ് ഇൻറ്റു ഡി വൈ എന്ന് വന്നു. ഓക്കെ, അപ്പം ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കിയേ. അപ്പം എന്താ ലെഫ്റ്റിലില്ലേ? -y ബൈ x² ഉണ്ട്, പിന്നെ ഈ ടേമും ഉണ്ട്. അപ്പം ഇതിനെ ഇൻറ്റു ആണല്ലോ, ഒന്നിച്ച് എഴുതി കഴിഞ്ഞാൽ -y ബൈ x² ഇൻറ്റു 1 + y² ഡിവൈഡ് ബൈ x². ഇങ്ങനെ വന്നു അല്ലേ? ഇനി ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ x² ഉള്ളിലേക്ക് കൊടുക്കാം. അപ്പം നമുക്ക് -y ഡിവൈഡ് ബൈ x² + y². x² ഈ x² കട്ട് ചെയ്യും, ഇവിടേക്ക് x² കയറും. അപ്പം അത് ചെയ്യുമ്പോൾ നമുക്ക് ഇതിങ്ങനെ വന്നു, -y ബൈ x² + y² ഇൻറ്റു ഡി എക്സ് പ്ലസ് x ബൈ x² + y² ഇൻറ്റു ഡി വൈ. മറ്റേ പാർട്ടും ചെയ്തു. ഇതല്ലേ നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തിരുന്ന ഈറ്റ. അതിൽ വൈക്ക് പകരം നമ്മൾ x2 കൊടുത്തു, എക്സിന് പകരം x1 കൊടുത്തു. വേരിയബിളിൻ്റെ ലുക്കിൽ മാത്രമേ മാറ്റുള്ളൂ. സാധനം ഇത് തന്നെയല്ലേ. R2-നകത്താകുമ്പോൾ വേരിയബിൾസ് x1 x2 എടുത്തു കഴിഞ്ഞാൽ അതുപോലെ വരും, xy എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡി തീറ്റ വി ഈക്വൽ ടു ഈറ്റ എന്ന് കിട്ടി. തന്നിട്ടുള്ള എക്സാക്റ്റ് ഫോം ഏതോ ഒരു സ്മൂത്ത് ഫംഗ്ഷൻ്റെ ഡിഫറൻഷ്യൽ ഫോമാണ്. ഇതല്ലേ എക്സാക്റ്റിൻ്റെ ഡെഫിനിഷൻ? അത് നമ്മൾ പ്രൂവ് ചെയ്തില്ലേ? ഓക്കെ, ദാറ്റ്സ് എനഫ്. ഇനി നെക്സ്റ്റ് ഒരു തിയറമാണ്. നേരത്തെ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു വൺ ഫോം ആയിരുന്നു ഈറ്റ അല്ലേ? ആ സെയിം ഈറ്റ ഒരു പാരാമീറ്ററൈസ്ഡ് കർവ് ആൽഫയിൽ നമ്മൾ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ 2πk ആണെന്ന് ജനറലൈസ് ചെയ്ത് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവുക. നേരത്തെ നമ്മൾ എലിപ്സ് എടുത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ നമുക്ക് 2π കിട്ടി അല്ലേ? അതേപോലെ ഏതോ എലിപ്സ് എന്നല്ല, ഏതൊരു പാരാമീറ്ററൈസ്ഡ് കർവിലും ക്ലോസ്ഡ് പാരാമീറ്ററൈസ്ഡ് കർവിൽ നമ്മളതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്കത് ആൻസർ 2πk ആണ് ഫോർ സം ഇൻറ്റീജർ k. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള സാധനം. ഇതാണ് പ്രൂവ് ചെയ്യേണ്ട കാര്യം. ഓക്കെ, ഇൻ്റഗ്രൽ ആൽഫ ഈറ്റ ഈസ് ഈക്വൽ ടു 2πk. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഇനി നമുക്ക് ആരൊക്കെ വേണ്ടി വരും? കുറേ ഫങ്ഷൻസ് വേണ്ടി വരും അല്ലേ? അപ്പോൾ ആ ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ ഫസ്റ്റ് ഡിഫൈൻ ചെയ്യാൻ പോകുന്ന ഫംഗ്ഷൻ ഫൈ ആണ്. ഫൈ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. ഫൈ എ ബിയിൽ നിന്ന് ആറിലേക്കാണ്. ഫൈ ഓഫ് ടി ഈക്വൽ ടു ഫൈ ഓഫ് എ ബൈ ആൽഫ ഇൻ്റഗ്രൽ ഈറ്റ ഓവർ ആൽഫ ടി. ഒന്നുമില്ല, ഇതിലിപ്പോൾ ഓരോ ടേംസ് എന്താണെന്ന് അറിയണല്ലോ. ഫൈ ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇതാണ്. ഫൈ ഓഫ് എ എന്താണെന്ന് അറിയണം ആദ്യം. ഫൈ ഓഫ് എ ആണ് ദേ കിടക്കുന്നത്. ഫൈ ഓഫ് എ ഇസ് ചൂസൺ സോ ദാറ്റ് ആൽഫ ഓഫ് എ ഡിവൈഡ് ബൈ നോം ആൽഫ ഓഫ് എ ഈക്വൽ ടു കോസ് ഫൈ ഓഫ് എ സൈൻ ഫൈ ഓഫ് എ ആവുന്ന രീതിയിൽ ഒരു ഫൈ ഓഫ് എ നമ്മൾ ചൂസ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് പിന്നെ അതിലിപ്പോൾ ഈറ്റ നമുക്കറിയാം, ഈറ്റ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി അറിയാത്തൊരു ടേം ആൽഫ ടി ആണ്, ഇൻ്റഗ്രൽ ഓവർ ആൽഫ ടി. അപ്പോൾ ആൽഫ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല,
ആൽഫ അറിയാലോ. ആ ആൽഫ എന്ന് പറയുന്നത് എ ബി എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിൽ നിന്ന് മൊത്തമാണ് പോകുന്നത് അല്ലേ. അതിന് പകരം ടി എന്ന് പറയുന്നത് നമുക്കിങ്ങനെ വാരി ചെയ്യാം. ഇപ്പം φ(3) ആണ് എടുക്കുന്നത് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ A3 വരെ മതി നമുക്ക്. അതായത് ഒരു പീസ് മാത്രം, ഒരു കഷ്ണം മാത്രം. മൊത്തം എന്ന് കർവ് ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ AB എന്ന് പറയുന്ന ഇത്രയും ഭാഗം കർവ് ഉണ്ടെങ്കിൽ നമുക്ക് അത്ര വേണ്ട. നമ്മളിപ്പോൾ ഇതിൻ്റെ ഇടയിൽ ചൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ആ ഒരു പീസ് മാത്രം മതി. അപ്പോൾ അതാണ് ആൽഫ ടി എന്ന് പറയുന്ന ഒരു റെസ്ട്രിക്ഷനാണ്. ആ ഒരു കഷ്ണത്തിൽ മാത്രം ഇൻ്റഗ്രേറ്റ് ചെയ്യുക ഈറ്റേനെ. അതാണ് ഈ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇനി അതിൽ തന്നിട്ടുള്ള ആ ഒരു കണ്ടീഷൻ φ(a) എന്ന് പറയുന്നത് ചൂസ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ. ഈ φ(a)ൻ്റെ വാല്യൂ ഇതുമായിട്ട് കോമ്പൻസേറ്റ്, ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ളൊരു φ(a) ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അങ്ങനത്തെ എക്ക് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാ ടീകൾക്കും ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അത് നമ്മൾ ക്ലെയിം ചെയ്ത് വെക്കുകയാണ് എല്ലാവർക്കും ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്തിനാണെന്നറിയോ? ഇതൊക്കെ ചെയ്ത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ വെൽ ഡിഫൈൻഡ് ആണെന്ന്, നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വെൽ ഡിഫൈൻഡ് ആണെന്ന് കിട്ടണം അല്ലേ. അപ്പോൾ അതിലേക്കുള്ള പ്രൊസീജിയറാണ് ഈ കടന്നു പോണത്. അപ്പം ആദ്യം നമ്മൾ ക്ലെയിം ചെയ്ത് വെക്കുന്നു. ഈ എക്ക് പകരം എല്ലാ ടി കൊടുക്കുക. ടി എന്ന് പറയുന്നത് എ ബിയിലത്തെ എല്ലാ എലമെൻറ്റ്സും ഫോർ ഓൾ ടി ബിലോങ്സ് ടു എ ബിനകത്ത് എല്ലാ ആൾക്കാർക്കും ഈ പറയുന്ന സാധനം ട്രൂ ആണ് നമ്മൾ ക്ലെയിം ചെയ്ത് ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. ഇനി ഇപ്പോൾ ഈ 1 എല്ലാവർക്കും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. ചില ടീകൾക്ക് ഇത് സാറ്റിസ്ഫൈ, എക്ക് എന്തായാലും സാറ്റിസ്ഫൈ ആണ്, കാരണം അങ്ങനത്തെ φ(a) നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ട്. എക്ക് ഈക്വലാണ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി AB എന്ന് പറയുന്ന ഇൻ്റർവെല്ലിലാണ് മൊത്തം പ്ലേ നടക്കുന്നത്. അപ്പോൾ AB എന്ന് പറയുന്ന ഇൻ്റർവെല്ലിനകത്ത് ഇത് ഫസ്റ്റ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതൊക്കെയോ ടീകളുണ്ട് അല്ലേ. ആ ടീകൾ വെച്ചിട്ട് നമ്മൾ ഒരു സെറ്റ് ഡിഫൈൻ ചെയ്യാണ്. സെറ്റ് ഓഫ് ഓൾ ടോ ബിലോങ്സ് ടു AB സച്ച് ദാറ്റ് 1 സാറ്റിസ്ഫൈ ഫോർ ഓൾ ടി ബിലോങ്സ് ടു A2. അതായത് ആ AT വരെ ഈ സാധനം ശരിയാണ്. അങ്ങനത്തെ ടീകളെ വെച്ചിട്ട് നമ്മൾ എന്ത് എടുത്തു? ആ സെറ്റിനെയാണ് നമ്മൾ വേറൊരു സെറ്റായിട്ട് ഡിഫൈൻ ചെയ്തു. അപ്പോൾ ഇതെന്തായാലും നോൺ എം ടി ആണെന്ന് അറിയാലോ, കാരണം എ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നോൺ എം ടി ആയിട്ടുള്ളൊരു സെറ്റാണ് എ. പിന്നെ നമുക്ക് എന്തും കൂടിയും പറയാം, ഇത് ബൗണ്ടഡ് ആണെന്ന് കൂടിയും പറഞ്ഞൂടെ. കാരണം AB എന്ന് പറഞ്ഞാൽ ബൗണ്ടഡ് ഇൻ്റർവെൽ അല്ലെങ്കിൽ ഒരു ബൗണ്ടഡ് സെറ്റിൻ്റെ അകത്തെ ആൾക്കാരെ എന്തായാലും വരുള്ളൂ. അകത്തെ ടീകളെ നമ്മൾ പെറുക്കിയെടുക്കണുള്ളൂ. അപ്പോൾ എന്തായാലും ആ സെറ്റും ബൗണ്ടഡ് ആവുകയും, അതായത് അപ്പോൾ ബൗണ്ടഡ് ആണെന്ന് പറയുമ്പോൾ ഒരു സുപ്രീമ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ സുപ്രീമത്തിനെ നമ്മൾ T0 എന്ന് വിളിച്ചു. ഒന്നും ചെയ്തിട്ടില്ല. ആദ്യം φ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. അതിൽ φ(a) എന്ന് പറഞ്ഞൊരു ടേം ഉണ്ടായിരുന്നു. ആ φ(a) എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ്. അത് എല്ലാ ടീകൾക്കും ശരിയാവണം നമ്മൾ ക്ലെയിം ചെയ്തു. അത് ശരിയായിക്കോണമെന്നില്ല. ഈ ഒരു സാധനം എപ്പോഴും ശരിയായിക്കോണമെന്നില്ല. അങ്ങനെ ശരിയാവുന്ന ടീകളുടെ ഒരു കളക്ഷൻ എടുത്തു. ആ ഒരു സെറ്റ് എന്ന് പറയുന്നത് ബൗണ്ടഡ് ആണെന്ന് നമുക്കറിയാം. അത് നോൺ എം ടി ആണെന്നും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ സുപ്രീം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ T0 എന്ന് വിളിച്ചു. അത്രേ ചെയ്തിട്ടുള്ളൂ. ഇനി ഒന്നാമത്തെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൾക്കാരുടെ സെറ്റിൻ്റെ സുപ്രീമാണ് ഈ T0. അപ്പോൾ കണ്ടിന്യൂറ്റി പ്രകാരം T0 എന്തായാലും ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് ഒന്നാമത്തെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് T0 എന്ന് പറഞ്ഞ ആൾക്ക് ഇത് എഴുതി വയ്ക്കാം. V = -α of T0 ഡിവൈഡ് ബൈ നോം ആൽഫ ഓഫ് T0. ആൻഡ് V എന്ന് പറയുന്ന വെക്റ്റർ ഫീൽഡ് നമ്മൾ എടുക്കുന്നത് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ RV എന്ന് പറയുന്ന സാധനം, RV എന്ന് പറയുന്ന റേ ഡിലീറ്റ് ചെയ്തിട്ടുള്ള വെക്റ്ററാണ്. അപ്പോൾ ആൽഫ ഓഫ് T0 എന്തായാലും ഈ വീനകത്ത് വരും, കാരണം RV എന്ന് പറയുന്ന വെക്റ്റർ ഇങ്ങനെയാണ് പോരുന്നത്. V എന്ന് പറയുന്നത് മൈനസ് ആയതുകൊണ്ട് തന്നെ ആൽഫ ഓഫ് T0 ഇതാണ്, ആൽഫ ഓഫ് T0 ഇതാണെന്ന് വിചാരിച്ചോ. ആ ആൽഫ ഓഫ് T0ൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള വെക്റ്ററായിട്ടാണ്, യൂണിറ്റ് വെക്റ്ററായിട്ടാണ് നമ്മൾ V ചൂസ് ചെയ്തിട്ടുള്ളത്. സോ RV എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ RV ഒഴിവാക്കിയിട്ടുള്ള ബാക്കി എല്ലാ സ്ഥലവും നമ്മൾ V ആയിട്ട് ചൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന ആൽഫ ഓഫ് T0 ഇത് ഇവിടെയാണ്. അപ്പോൾ എന്തായാലും അത് വിയിലെ മെമ്പറാണ്. ഈ ഒരു സ്പേസിൽ ഇതാണ് RV. ഈ RV ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലവും നമ്മുടെ വെക്റ്റർ വീനകത്തുള്ളതാണ്, ആ വെക്റ്റർ ഫീൽഡിനകത്തുള്ളതാണ്. അവിടെ ഉള്ളതാണ് ഈ ആൽഫ ഓഫ് T0. സോ ആൽഫ ഓഫ് T0 വീനകത്തുണ്ട്. അത് നമുക്ക് ഇനി വേണ്ടൊരു സാധനമാണ്, അത് അവിടെ എഴുതി വെച്ചു. ഇനി നമ്മൾ θv എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക. അപ്പോൾ ഈ φ നമുക്ക് θvയിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഫൈനെ എത്രത്തോളം കുഴച്ച് മറിച്ച് വെച്ചിട്ടുള്ളത്. പഠിക്കേണ്ട ആ സ്റ്റെപ്പുകൾ മാത്രം ഓർത്ത് വയ്ക്കുക. φ എന്ന് പറയുന്ന ഫംഗ്ഷൻ, അതിൽ φ(a) എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഉണ്ട്. ആ φ(a) ജനറലൈസ് ചെയ്ത് ടിക്ക് ശരിയാണ് നമ്മൾ ക്ലെയിം ചെയ്ത് വെച്ചു. ഓരോ സ്റ്റെപ്പുകളാണ് അത് ശരിയാവുന്ന
ടീകളെ നമ്മളൊരു സെറ്റിൽ വിളിച്ചു. ആ സെറ്റിലെ സുപ്രമത്തിനെ നമ്മൾ അത് ബൗണ്ടഡ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സുപ്രമത്തിനെ ടി നോട്ട് എന്ന് വിളിച്ചു. ആ ടി നോട്ട് കണ്ടിന്യൂറ്റി പ്രകാരം എന്താണ്, ആ ടി നോട്ടിന് എന്താ, കാരണം ഇത് ശരിയാവുന്ന ഒന്നാമത്തെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൾക്കാരുടെ കളക്ഷനിലെ സുപ്രമം എലമെൻ്റ് ആണ്. അപ്പോൾ അതിനും അത് ശരിയാണെന്ന് എടുത്തു. അപ്പം ആ ആൽഫ ഓഫ് ടി നോട്ട് വെച്ചിട്ട് നമ്മൾ വി എന്ന് പറയുന്ന ഒരു വെക്ടർ ഇവിടെ ചൂസ് ചെയ്യും, യൂണിറ്റ് നോർമൽ വെക്ടർ ചൂസ് ചെയ്തു. ഇനി ക്യാപിറ്റൽ തീറ്റ വി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എക്സാക്ട് ഈ ഇൻ്റഗ്രൽ 2πk ആണെന്നാണ്. അത് നോർമലി വെച്ചേക്കുക. അപ്പോൾ തീറ്റ വി എന്ന് പറയുന്ന ഫംഗ്ഷൻ നേരത്തെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടല്ലോ, ക്യാപിറ്റൽ തീറ്റ വി. ആ സെയിം ഫംഗ്ഷൻ നമ്മളിവിടെ കൊടുന്നു. ക്യാപിറ്റൽ തീറ്റ വി നേരത്തെ മുന്നത്തെ ക്വസ്റ്റ്യനിൽ കോസ് തീറ്റ വി ഓഫ് ആൽഫ ഓഫ് ടി നോട്ട് സൈൻ തീറ്റ വി ഓഫ് ആൽഫ ഓഫ് ടി നോട്ട് എന്ന് പറഞ്ഞിട്ട് നേരത്തെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരുന്നു. ദാറ്റ് ഈക്വൽ ടു ആൽഫ ഓഫ് ടി നോട്ട് ഡിവൈഡ് ബൈ ആൽഫ ഓഫ് ആൽഫ ഓഫ് ടി നോട്ട് എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്തു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി നോട്ടിന് ഒന്നാമത്തെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കോസ് ഫൈ ഓഫ് ടി നോട്ട് സൈൻ ഫൈ ഓഫ് ടി നോട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചു. അതിന് നമുക്ക് ഇതൊക്കെയാണല്ലോ ഇത്രയും കാര്യം. അതായത് തീറ്റ വി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണെന്ന് പറഞ്ഞിട്ട് ഇത് എഴുതി വെച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ തന്നെയാണ്. അതിൽ ഈക്വൽ ടു ആൽഫ ഓഫ് ടി നോട്ട് ബൈ ആൽഫ ഓഫ് ടി നോട്ടാണ്. അത് ഒന്നാമത്തെ ഇക്വേഷൻ പ്രകാരം എന്താണ്, ടി നോട്ട് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ദാറ്റ് ഈക്വൽ ടു RHS ഉണ്ട്. ആ RHS അതേപോലെ എടുത്തെഴുതി. ഇനി ഇതിൽ നിന്ന് താഴത്തെ രണ്ടാമത്തെ ഇക്വേഷൻ എങ്ങനെയാണ് കിട്ടിയത്, തീറ്റ വി ഓഫ് ആൽഫ ഓഫ് ടി നോട്ട് മൈനസ് ഫൈ ഓഫ് ടി നോട്ട് ഈക്വൽ ടു 2mπ. അത് കിട്ടാൻ കുറച്ച് സ്റ്റെപ്പ് ഉണ്ട്. ഒന്നുമില്ല, ഇതിന്ന് ഇപ്പോൾ തീറ്റ വി എന്താണെന്നറിയോ? ഇല്ല. നേരത്തെ നമ്മൾ എന്താ അങ്ങനെ കാണാൻ ചെയ്തിരുന്നത്, ടാൻ എടുത്തു അല്ലേ. സൈനിൻ്റെ വാല്യൂ ഡിവൈഡ് ബൈ കോസിൻ്റെ വാല്യൂ തൊട്ട് മുന്നേ ചെയ്ത സാധനത്തിൽ ടാൻ തീറ്റ വി എടുത്തു. അപ്പോൾ നമുക്ക് സൈൻ ബൈ കോസ് ചെയ്യാം. സൈൻ ബൈ കോസ് ചെയ്യുമ്പോൾ നമുക്ക് തീറ്റ വി കിട്ടുമല്ലോ. അത് നമ്മളൊന്ന് ചെയ്ത് നോക്കണം. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ടാൻ തീറ്റ വി ഓഫ് ആൽഫ ഓഫ് ടി നോട്ട്. അവിടെ ശരിക്ക് ഒറ്റയടിക്ക് എഴുതാന്നേ ഉള്ളൂ. അതൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ടാണ്. സൈൻ ബൈ കോസ് എഴുതി. ആ അതിൻ്റെ റൈറ്റ് സൈഡിൽ RHSൽ നോക്കുമ്പോൾ സൈനിൻ്റെ വാല്യൂ സൈൻ ഫൈ ഓഫ് ടി നോട്ടാണ്. കോസിൻ്റെ വാല്യൂ കോസ് ഫൈ ഓഫ് ടി നോട്ടാണ്. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ടാൻ ഫൈ ഓഫ് ടി നോട്ട് വരും. അപ്പം LHS RHS നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, ലെഫ്റ്റിൽ ടാൻ ഉണ്ട്. ആ ടാനിനെ റൈറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ. സെയിം ഫംഗ്ഷൻ തന്നെ ആൻറ്റി സാധനങ്ങൾ അല്ലേ, ഒരു ഇൻവേഴ്സ് ഫംഗ്ഷനാണ്. ടാനിൻ്റെ ഇൻവേഴ്സ് ആണ് ടാൻ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. സോ അത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. ഫൈ ഓഫ് ടി നോട്ട് വരും. ഫൈ ഓഫ് ടി നോട്ട് മാത്രമല്ല, പീരിയോഡിക് ആയതുകൊണ്ട് തന്നെ ഒരു 2mπ കൂടി വരും. അപ്പോൾ ഫൈ ഓഫ് ടി നോട്ട് പ്ലസ് 2mπ വന്നു. ക്ലിയർ ആണല്ലോ. ഇപ്പോൾ തീറ്റ വി എന്ന് പറയുന്നത് ഫൈ ഓഫ് ടി നോട്ട് പ്ലസ് 2mπ വന്നു. പീരിയോഡിക് ആയതുകൊണ്ടാണ് ഒരു പ്ലസ് 2mπ ഇട്ട് കൊടുത്തത്. ഇപ്പോൾ നമുക്കറിയാം ഏത് ഫംഗ്ഷൻ ആയാലും പീരിയോഡിക് ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ടാനിൻ്റെ തന്നെ ഗ്രാഫ് പോകുന്നത് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ, സോറി ഇത് വെർട്ടിക്കലാണേ, ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ പോകുന്ന സാധനങ്ങളാണ്. ഇങ്ങനെ സെയിം സാധനങ്ങളാണ്. ഒരു ഇൻ്റർവെല്ലിനകത്ത് ഇപ്പം ഇത് മുതൽ ഇതുവരെ നോക്കുക, അതിനുശേഷം അടുത്ത ഇൻ്റർവെല്ല്. ഇപ്പം ഇതിനകത്ത് ഫംഗ്ഷൻ്റെ വാല്യൂ എന്താ, സെയിം സാധനം. ഇതന്നെയല്ലേ ഇപ്പോൾ ഇപ്പുറത്തും കിടക്കണ പീരിയോഡിക് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഒരു പീരിയഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഇത് വാല്യൂസ് റിപ്പീറ്റ് ചെയ്ത് വരിക. അതുകൊണ്ട് തന്നെ 2π പീരിയഡിനകത്ത് ഇതിങ്ങനെ സെയിം റിപ്പീറ്റ് ചെയ്ത് വരുന്നതുകൊണ്ട് നമുക്കൊരു പ്ലസ് 2mπ കൂടി കൊടുക്കേണ്ടി വരും. സോ നമ്മൾ അതിനെ തീറ്റ വി മൈനസ് RHSലില്ല ഫൈ ഓഫ് ടി നോട്ടിനെ ലെഫ്റ്റിലേക്ക് കൊടുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, തീറ്റ വി ഓഫ് ആൽഫ ഓഫ് ടി നോട്ട് മൈനസ് ഫൈ ഓഫ് ടി നോട്ട് ഈക്വൽ ടു 2mπ എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടി. അത് നമ്മൾ അവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പം ടി നോട്ട് എന്ന് പറയുന്ന സ്ഥാനത്ത് നമുക്ക് ഇങ്ങനത്തെ രണ്ടാമത്തെ ഒരു ഇക്വേഷനും കിട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കറിയാം ആൽഫ എന്ന് പറയുന്നത് സ്മൂത്താണ്, പീസ് വൈസ് സ്മൂത്താണ്. അതുകൊണ്ട് തന്നെ അത് കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് ആയതുകൊണ്ട് തന്നെ പിന്നെ ഒരു കാര്യം അറിയാം, ആൽഫ ഓഫ് ടി നോട്ട് എന്ന് പറയുന്നത് വീനകത്ത് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ആവശ്യം ഉണ്ടാവും എന്ന് പറഞ്ഞല്ലേ, അതിലെവിടെയാണ് ആൽഫ ഓഫ് ടി നോട്ട് വീനകത്തുള്ളതെന്ന് നമ്മൾ ആ ഫിഗറിനൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ആൽഫ ഓഫ് ടി നോട്ട് വീനകത്തുള്ളതാണ്, ആൽഫ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ കണ്ടിന്യൂറ്റിൻ്റെ ഡെഫിനിഷൻ എന്താ, ഒരു നെയ്ബർഹുഡിൽ ഇപ്പം ടി എന്ന് പറയുന്നത് ആൽഫ ഓഫ് ടി നോട്ട് വീനകത്തുണ്ട്, ആൽഫ കണ്ടിന്യൂസ് ആണ്. അപ്പം ടി നോട്ടിൻ്റെ ഒരു നെയ്ബർഹുഡിലുള്ള ആൾക്കാരും എവിടെ തന്നെ ഉണ്ടാവും, വീനകത്ത് തന്നെ ഉണ്ടാവും. ദാറ്റ് ഈസ് ആൽഫ ഓഫ് ടി എവിടെ തന്നെ ഉണ്ട്, വി തന്നെ ഉണ്ട് ഫോർ ടി ബിലോങ്സ് ടി മൈനസ് ടി നോട്ട്
ലെസ് ദാൻ ഡെൽറ്റ. ടി നോട്ടിൻ്റെ ഒരു കുഞ്ഞ് നെയ്ബർഹുഡിലുള്ള ആൾക്കാരും, അല്ലെങ്കിൽ ഇവിടെ നെയ്ബർഹുഡ് എന്ന് പറയുമ്പോൾ ഓപ്പൺസ് ഇങ്ങനെ ഇൻ്റർവെൽസ് ആണ് വരിക. ടി നോട്ടിൻ്റെ ഒരു കുഞ്ഞ് നെയ്ബർഹുഡിലുള്ള ആൾക്കാരും എവിടെ ഉണ്ട്, വിനകത്ത് തന്നെ ഉണ്ടെന്ന് പറഞ്ഞു വെച്ചു. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ d/dt ഒന്ന് എടുത്ത് നോക്കുകയാണ്. ഈ പറയുന്ന സെക്കൻഡ് ഇക്വേഷൻ കൊടുത്തിട്ടില്ലേ, അതിൽ ടിക്ക് ടി നോട്ടിൻ്റെ നെയ്ബർഹുഡിലുള്ള ടീകളാണ് എടുക്കുന്നത്. ടി നോട്ടിൻ്റെ നെയ്ബർഹുഡിലുള്ള ടി, എല്ലാ ടീകളും എ ബി എന്ന് പറഞ്ഞാൽ മൊത്തത്തിലെ ടീകൾ നമ്മൾ എടുക്കുന്നില്ല, ആ നെയ്ബർഹുഡിലുള്ള ആൾക്കാരിൽ ടീകളെ മാത്രം എടുത്ത് നമ്മൾ അതിനൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കി. അപ്പോൾ നമുക്ക് എന്ത് വന്നു, d/dt φ of t മൈനസ് തീറ്റ വി ഓഫ് ആൽഫ ഓഫ് ടി. ആ സെയിം സാധനത്തിന് നമ്മൾ ഡെറിവേറ്റ് ചെയ്യാണ്. ഇനി ഫൈ ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്കറിയാം. ഫൈ ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈ ഓഫ് എ പ്ലസ് ഇൻ്റഗ്രൽ ഈറ്റ ആൽഫ ടി. ഇതാണ് ഫൈ ഓഫ് ടി. നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് തുടക്കത്തിൽ അല്ലേ. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് ഫൈ ഓഫ് ടി ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഡിഫൈൻ ചെയ്ത്, അതിൻ്റെ ഡെറിവേറ്റീവാണ്. അതിൻ്റെ ഡെറിവേറ്റീവാണ് നമുക്ക് ഫസ്റ്റ് ടേം ഉള്ളത്. ഫൈ ഓഫ് എ ആണ് കോൺസ്റ്റൻ്റ്, അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് 0. ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും, ഇൻ്റഗ്രലിൻ്റെ ഡെറിവേറ്റീവ് സെയിം എന്ത് തന്നെ വരും, ഈറ്റ വരും, ഇൻറ്റു ആൽഫ ഡോട്ട് ഓഫ് ടി ഡി ടി കൂടി വരും. കാരണം ഉള്ളിൽ ഫംഗ്ഷൻ ഏതാ വരുന്നത്, വിത്തിൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് ആൽഫയിലായതുകൊണ്ട് തന്നെ ഇൻറ്റു ആൽഫ ഡോട്ട് ഓഫ് ടി ഡി ടി വരും. പിന്നെ ഈ തീറ്റ വിനെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ ഡി തീറ്റ വി ഓഫ് ആൽഫ ഡോട്ട് ഓഫ് ടി. ഇനി ഡി തീറ്റ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈറ്റ ആണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ സെയിം സാധനത്തിൻ്റെ സബ്ട്രാക്ഷൻ വന്നു. സോ അത് ഈക്വൽ ടു 0 വന്നു. അതായത് ഡെറിവേഷൻ എടുക്കുമ്പം 0 ആണ്. ഡെറിവേഷൻ എടുക്കുമ്പോൾ 0 വന്നു കഴിഞ്ഞാൽ ഫംഗ്ഷൻ എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഈ പറയുന്ന സാധനം കോൺസ്റ്റൻ്റ് ആണ്. അതിൽ സെക്കൻഡ് ഇക്വേഷൻ നോക്കി, ടി നോട്ട് എന്ന് പറഞ്ഞ പോയിന്റിൽ ഇതിൻ്റെ വാല്യൂ ഇതാണ്. ഫംഗ്ഷൻ മൊത്തം കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം, എല്ലാ പോയിന്റിലും ഒരേ വാല്യൂ എന്നല്ലേ. അപ്പോൾ ടി നോട്ടിൽ വാല്യൂ 2m π ആണെങ്കിൽ എല്ലായിടത്തും അതിൻ്റെ വാല്യൂ എന്ത് തന്നെയാണ്, 2m π തന്നെയാണ്. അപ്പം ടി നോട്ടിൻ്റെ ഒരു നെയ്ബർഹുഡിൽ മൊത്തം ഈ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണെന്ന് കിട്ടി, 2m π ആണെന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് വീണ്ടും പഴയ സാധനത്തേക്ക് പോവാം. കോസ് ഫൈ ഓഫ് ടി സൈൻ ഫൈ ഓഫ് ടീനെ നമുക്ക് കോസ് തീറ്റ വി ഓഫ് ആൽഫ ഓഫ് ടി സൈൻ തീറ്റ വി ഓഫ് ആൽഫ ഓഫ് ടി എന്ന് എഴുതാം. അത് നമുക്കറിയാം. ദാറ്റ് ഈക്വൽ ടു ആൽഫ ഓഫ് ടി ഡിവൈഡ് ബൈ നോം ആൽഫ ഓഫ് ടി. അത് എവിടെ മാത്രം, ഈ ഒരു ടി ഇതിപ്പം നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അറിയുമോ, നേരത്തെ നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്നത് ഒരു ടി നോട്ട് എന്ന് പറഞ്ഞ പോയിന്റിൽ മാത്രമേ നമ്മളിത് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ടി നോട്ടിൽ മാത്രമേ ഇവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ളൂ. ആ ടി നോട്ടിൽ മാത്രമല്ല ഈ ഫംഗ്ഷൻ ഈ മൊത്തം എ ബിയിൽ നമുക്ക് കിട്ടണ്ടേ. എ ബിയിൽ മൊത്തം ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്താലല്ലേ അതിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എ ബിയിൽ മൊത്തം എത്തുന്നതിന് പകരം ഇപ്പം നമ്മൾ ആ ടി നോട്ടിൽ മാത്രമല്ല, ടി നോട്ടിൻ്റെ ഒരു നൈബർഹുഡിലും ഇത് ഓക്കെയാണ്, ഈ സാധനം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് വരെ എത്തി. ഇനി നെയ്ബർഹുഡിൽ മാത്രമല്ല ടി നോട്ട് എന്തായേ പറ്റൂ, ബി ആയേ പറ്റുള്ളൂ എന്ന്. കാരണം എന്താ അറിയോ പറയണേ. അപ്പം നമ്മൾ നോക്കാം. സാറേ ഞാൻ ഫോട്ടോ എടുത്തിട്ടില്ല, ഒരു ഫിഗർ ഉണ്ട്, ഒന്നുമില്ല. ടി നോട്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ പോയിൻ്റ് അല്ലേ. അവിടെ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഈ ടി നോട്ട് എന്തായാലും ബി ആയേ പറ്റുള്ളൂ എന്നാണ് പറയണത്. അല്ലാത്തൊരു കേസ് എടുത്ത് നോക്കി. ഇപ്പം ഇതിൻ്റെ ഡെൽറ്റ നെയ്ബർഹുഡാണ് ഇപ്പോൾ ഈ വരച്ചിട്ടുള്ളത്, അതായത് ഡെൽറ്റ റേഡിയസ് ഉള്ളൊരു നെയ്ബർഹുഡ്. അപ്പോൾ ഡെൽറ്റ/2 എന്ന് പറയുന്ന പോയിൻ്റ് ഏകദേശം ഇവിടെ ഉണ്ടാവില്ലേ. ഇത് മൊത്തം ഡെൽറ്റയാണ്, അതിൻ്റെ പകുതി പറഞ്ഞാൽ ഏകദേശം ഇവിടെ ഉള്ളൊരു പോയിൻ്റ് നമ്മൾ ടി ആയിട്ട് ചൂസ് ചെയ്തു. ഇത് ടി നോട്ടാണ്, ഇനി ടി ആയിട്ട് ചൂസ് ചെയ്തു. ആ ടി എന്ന് പറയുന്നത് ടി നോട്ട് പ്ലസ് ഡെൽറ്റ/2 ആണ്. ഈ ടിക്ക് ഇത് ഒന്നാമത്തെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ടി നോട്ട് സുപ്രീം അല്ലാതാവില്ലേ. കാരണം ഇത് ഒന്നാമത്തെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൾക്കാരുടെ കളക്ഷനിലെ ഏറ്റവും വലിയ ആളാണ് ടി നോട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുത്തിട്ടില്ല. സുപ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ഏറ്റവും വലുത് തന്നെ. അപ്പം അതിൻ്റെ ഏറ്റവും വലിയ ആളായിട്ടാണ് നമ്മൾ ടി നോട്ടിന് എടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇപ്പം അതിനേക്കാൾ വലിയൊരു ടി, അതിനപ്പുറത്തുള്ളൊരു ടി അല്ലേ കിട്ടിയത്. അപ്പം ടി നോട്ട് സുപ്രീം ആണെന്നുള്ളൊരു കോൺട്രഡിക്ഷൻ ആവും. അപ്പോൾ ഈ ടി നോട്ട് പോയി ലാസ്റ്റ് ഈ ഏറ്റവും വലിയ ബി ആയേ നടക്കുള്ളൂ. ആ ബി ആകുമ്പോൾ മാത്രമേ ഉള്ളൂ ഒന്നാമത്തെ ഇക്വേഷനിൽ ഇത് സുപ്രീം ആയിട്ടും ഇതും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ വരിക. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ടി നോട്ട് എന്തായിരിക്കണം, ബി ആയിരിക്കണം. ബി ആയാൽ മാത്രമേ ഉള്ളൂ കോൺട്രഡിക്ഷൻ ഇല്ലാതെ നമ്മളെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് എത്തുക. അപ്പോൾ അതായത് എ ബി ഇപ്പം നമ്മൾ ആദ്യം ടി നോട്ടിൽ ഡിഫൈൻ ചെയ്തു,
പിന്നെ ഒരു ടി എന്ന് പറഞ്ഞാൽ ടി നോട്ടിൻ്റെ ഒരു കുഞ്ഞ് നെയ്ബർഹുഡിൽ ഡിഫൈൻ ചെയ്തു. ഇപ്പം നമ്മൾ എ ബി എന്ന് പറയുന്ന മൊത്തം നമ്മളുടെ ഡൊമെയിനകത്ത് നമ്മൾ എന്ത് ഡിഫൈൻ ചെയ്തു, ഈ പറയുന്ന തീറ്റ വി എന്ന് പറയുന്ന ഫംഗ്ഷൻ വിത്ത് ദ യൂസ് ഓഫ് ഫൈ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ടേമിൽ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ഫംഗ്ഷൻ കിട്ടിയിട്ടുള്ളത്, കോസ് ഫൈ ഓഫ് ടി സൈൻ ഫൈ ഓഫ് ടി ഈക്വൽ ടു ആൽഫ ഓഫ് ടി ഡിവൈഡ് ബൈ നോം ആൽഫ ഓഫ് ടി ഫോർ ഓൾ ടി ബിലോങ്സ് ടു എ ബി. ഈ ഒരു ഫോർ ഓൾ ടി ബിലോങ്സ് ടു എ ബി എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടുള്ളത്, ഒന്ന് ഓർക്കണേ. ഇനി നമുക്കറിയാം ഇവിടെ ആൽഫ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതായത് അപ്പം ക്ലോസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ ഓഫ് എയും ആൽഫ ഓഫ് ബിയും സെയിം ആയിരിക്കും. അതായത് എൻഡിങ്ങും ഓപ്പണിങ്ങും സെയിം ആയിരിക്കും. ഇനി അതുകൊണ്ട് തന്നെ കോസ് ഫൈ ഓഫ് എ സൈൻ ഫൈ ഓഫ് എനെ നമുക്ക് എന്ത് തന്നെ എഴുതാം, കോസ് ഫൈ ഓഫ് ബി ഈക്വൽ ടു സൈൻ ഫൈ ഓഫ് ബി എന്ന് എഴുതാം. ഇനി ഇപ്പോൾ ഇതിന്ന് എന്ത് കിട്ടി, കോസ് ഫൈ ഓഫ് എ ഈക്വൽ ടു കോസ് ഫൈ ഓഫ് ബി, സൈൻ ഫൈ ഓഫ് എ ഈക്വൽ ടു സൈൻ ഫൈ ഓഫ് ബി, അതായത് സെയിം ആണ്. അതായത് ഇപ്പം കോസ് ഫൈ സെയിം സാധനങ്ങൾ മൈനസ് ചെയ്ത് എന്താ 0 അല്ലേ, പക്ഷേ ഇവിടെ 0 സൈനും കോസും പീരിയോഡിക് ആയതുകൊണ്ട് സെയിം വേ ഇവിടെ 0 എന്ന് മാത്രം എഴുതാൻ പറ്റില്ല, 0 + 2πk എന്ന് എഴുതണം, പീരിയോഡിക് ആയതുകൊണ്ട് മാത്രം. അപ്പോൾ അതായത് 2πk. അപ്പോൾ കോസ് ഫൈ ഓഫ് എ മൈനസ് ഫൈ ഓഫ് ബി എന്ന് പറയുന്നത് 2πk വന്നു. അതും അവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഇനിയാണ് നമ്മൾ ഇത്രയേ ഉള്ളൂ ശരിക്കും നമ്മുടെ ഇൻ്റഗ്രേഷൻ. ഈ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട വാല്യൂസും ഫങ്ഷൻസും ഡിഫൈൻഡ് ആകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നമ്മുടെ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻ്റഗ്രേഷൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2πk എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻ്റഗ്രേഷൻ തുടങ്ങാം. ഇൻ്റഗ്രൽ ഓവർ ആൽഫ ഈറ്റയാണ് ചെയ്യേണ്ടത്. അതിനെ നമുക്ക് എന്തെഴുതാൻ പറ്റും, ഇൻ്റഗ്രൽ ഓവർ എ ടു ബി ആക്കാൻ പറ്റും. ഈറ്റ വിത്ത് ആൽഫയിലായതുകൊണ്ട് ആൽഫ ഡോട്ട് ഓഫ് ടി ഡി ടി. ഓക്കെ, അത് ക്ലിയർ ആണ്. ഇനി ഈ സ്റ്റെപ്പ് എങ്ങനെ ഫൈ ഓഫ് ബി മൈനസ് ഫൈ ഓഫ് എ ആയി എന്നാണ് റൈറ്റ് സൈഡിൽ ഇങ്ങനെ കാണുന്നുണ്ടോ എന്നറിയില്ല, അതിനുള്ള കാരണമാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഫൈ ഓഫ് ടി എന്ന് പറഞ്ഞത് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഒന്ന് ക്ലിയർ ആയിട്ട് കാണിച്ചാൽ, ഫൈ ഓഫ് ടി എന്ന് പറയുന്നത് ഫൈ ഓഫ് എ പ്ലസ് ഇൻ്റഗ്രൽ ആൽഫ ടി ഈറ്റയാണ്. അതിന് നമ്മൾ ആൽഫ ടി ഈറ്റ എന്ന് പറയുമ്പം എ ടു ടി ആണല്ലോ, അതായത് റെസ്ട്രിക്ഷൻ ആണല്ലോ, എ ടു ടി മാത്രം ചെയ്താൽ മതിയല്ലോ. അപ്പോൾ എ ടു ടി ഇൻ്റഗ്രൽ ഈറ്റ ആൽഫ ഡോട്ട് ഓഫ് ടി ഡി ടി എന്ന് എഴുതി. ഇനി ടിക്ക് പകരം നമ്മൾ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഫൈ ഓഫ് ബി വന്നു ഈക്വൽ ടു ഫൈ ഓഫ് എ ടു ബി. ടിക്ക് കാണുന്നിടത്തൊക്കെ ബി ഇട്ട് കൊടുക്കുക. എന്നിട്ട് റൈറ്റിലുള്ള ഫൈ ഓഫ് എനെ ലെഫ്റ്റിക്ക് കൊടുക്കുന്ന ഫൈ ഓഫ് ബി മൈനസ് ഫൈ ഓഫ് എ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ബി ഈറ്റ ഓഫ് ആൽഫ ഡോട്ട് ഓഫ് ടി ഡി ടി വന്നു. അപ്പം ആ കിട്ടിയ സാധനമാണ് ഇത് ഇവിടെ എഴുതി കൊടുത്തത്. അപ്പം ഈ ഫൈ ഓഫ് ബി മൈനസ് ഫൈ ഓഫ് എ ഈക്വൽ ടു ഈ സാധനം ഉണ്ടല്ലോ, അതല്ലേ ഇവിടെ കിടക്കണേ. അപ്പോൾ അതിന് ഫൈ ഓഫ് ബി മൈനസ് ഫൈ ഓഫ് എ എന്ന് എഴുതി. അതിപ്പോൾ എന്താണ് നമുക്ക് മുന്നൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്, ഇതാ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് 2πk ആണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2πk എന്ന് കിട്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്റ്റെപ്പ് വരുന്നത്. പക്ഷേ അത് ഈ ഒരു സ്ഥലത്തേക്ക് എത്താൻ വേണ്ടി നമുക്ക് കുറേ പ്രീറിക്വസൈറ്റ്സ് ഉണ്ട്. ഫങ്ഷൻസ് കുറേ വേണം, ഫങ്ഷൻസൊക്കെ ഡിഫൈൻഡ് ആവണം. ആദ്യം നമുക്കൊരു പോയിന്റിൽ ഡിഫൈൻഡ് ആണെന്ന് കിട്ടി ടി നോട്ടിൽ. പിന്നെ ആ ടി നോട്ടിന് നമ്മൾ കുറച്ചുകൂടി വലുതാക്കി അതിൻ്റെ നെയ്ബർഹുഡിൽ ഡിഫൈൻഡ് ആണെന്ന് പ്രൂവ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് ആ നെയ്ബർഹുഡിൽ മാത്രമല്ല മൊത്തം എ ബിനകത്ത് മൊത്തം നമുക്കത് ഡിഫൈൻഡ് ആണ് എന്ന് പറഞ്ഞു വെച്ചു. പിന്നെ പറഞ്ഞത് അത് ഇതുവരെ, അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് ആൽഫ എന്ന് പറയുന്നത് ക്ലോസ്ഡ് കർവ് ആയതുകൊണ്ട് എൻഡിങ്ങിലും ഓപ്പണിങ്ങിലും എയിലും ബിയിലും ഫംഗ്ഷൻ വാല്യൂ സെയിം ആയതുകൊണ്ട് നമുക്ക് ഫൈ ഓഫ് എ മൈനസ് ഫൈ ഓഫ് ബി എന്ന് പറയുന്നത് 0 + 2πk ആണെന്ന് കിട്ടി. അതിൽ നിന്നാണ് ഈ ഒരു വാല്യൂ എന്നാണ് പിന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പം ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് എല്ലായിടും ഒന്നും കൂടി കണ്ണോടിച്ച് നോക്കാം. ഓക്കെ, ഇത്ര ഇമ്പോർട്ടൻ്റ് പക്ഷേ ഈ ഒരു ഭാഗത്തു നിന്ന് ഇതേ ചോദിക്കാനുള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ മേ ബി ചോദിച്ചാൽ എഴുതാം. പറഞ്ഞ് ഇതും 1 മണിക്കൂറിൻ്റെ വീഡിയോ തന്നെ ആയിട്ടുണ്ട്. പക്ഷേ ടോപ്പിക്ക് കുറച്ചേ ഉള്ളൂ കേട്ടോ. സാധാരണ നമ്മൾ ഈ 1 മണിക്കൂറിൽ കുറേ ടോപ്പിക്ക് കവർ ചെയ്യാറുണ്ട്. ഇത് ഈ ലെങ്തി പ്രൂഫ് ആയതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ എന്തായാലും ഇനി നെക്സ്റ്റ് വീഡിയോ എടുക്കാം. ഇതാകെ ഒരു എക്സാക്റ്റ് എന്ന് പറയുന്ന ഫോം മാത്രമേ ഉള്ളൂ. എക്സാക്റ്റ് എന്താണ്, അതിൻ്റെ 2 ക്വസ്റ്റ്യനും ഒരു പ്രൂഫും, അത് മാത്രമേ ഈ വീഡിയോനകത്തുള്ളൂ. ഓക്കെ, ടോപ്പിക്ക് വളരെ കുറച്ച് പേജസേ ഉള്ളൂ നോട്ട്സ്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. ഓക്കെ, താങ്ക് യു.